ഗുഡ് ഈവനിങ്. ഓൺലൈൻ ഓഡിബിൾ ആണോ? ഓക്കെ, ഓൾ റൈറ്റ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവിടെയായിരുന്നു നിർത്തിയത്? ഇത് ഇടയ്ക്ക് തുറന്ന് നോക്കലുണ്ടോ? ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ അപ്പോൾ നമ്മൾ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി ആണ് ഡിസ്കസ് ചെയ്തത്. ആരുടെയൊക്കെ വ്യൂ പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? മെയിനായിട്ട് JP മെർഡോക്കിന്റെ വ്യൂസ് നോക്കി, പിന്നെ മെക്കൈവർ ആൻഡ് പേജിന്റെ നോക്കി, കാൽക്കോട്ട് പാർസൺസ്, വോഗൽ ആൻഡ് ബെൽ. ഓക്കെ, അപ്പം നോക്കിയിട്ടുണ്ട്. ഒരു ആൻസർ ഒക്കെ എഴുതാൻ റെഡി ആയിട്ടാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? ആൻസർ എഴുതാൻ പറ്റില്ലേ? കുഴപ്പമുണ്ടാവില്ലല്ലോ. ഓക്കെ, പെന്നും ബുക്കൊന്നും എടുക്കാതെ ആരുമില്ലല്ലോ. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ സോറി മറന്നുപോയി. എക്സാമിൻ ദ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ആദ്യം അത് ഡിസ്കസ് ചെയ്യാം. എന്താണ് എല്ലാവരുടെയും അഭിപ്രായം? ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എക്സാമിൻ ദ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി. എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തത്? ഡെഫിനിഷൻ ഓഫ് ഫാമിലി വെച്ച് സ്റ്റാർട്ട് ചെയ്തു. എന്താണ് ഡെഫിനിഷൻ എഴുതിയത്? JP മെർഡോക്കിന്റെ ഡെഫിനിഷൻ ഓഫ് ഫാമിലി എഴുതി. എന്താണ് JP മെർഡോക്കിന്റെ ഡെഫിനിഷൻ ഓഫ് ഫാമിലി? എന്താണ് ഡെഫിനിഷൻ? It is a social group characterized by common residence, economic cooperation and reproduction. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം എഴുതിയിട്ടുണ്ടോ? ഇല്ല, അത്രക്ക് റിസ്കിന് എടുക്കുന്നില്ല എന്നല്ലേ. ഓക്കെ, അത്ര മതിയാവും. ഓക്കെ, ബിക്കോസ് ഞാൻ പറഞ്ഞതുപോലെ ആ ഫുൾ ഡെഫിനിഷൻ എഴുതേണ്ട ഒരു സിറ്റുവേഷൻ, പെർട്ടിക്കുലർലി ഒരു സിറ്റുവേഷനിൽ മാത്രമേ നിങ്ങൾ ആ ഫുൾ ഡെഫിനിഷൻ എഴുതേണ്ട ആവശ്യമുള്ളൂ. അത് നമ്മൾ ആ ഒരു പോർഷൻ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നിങ്ങൾ ഡെഫിനിഷൻ എഴുതി, നിങ്ങളുടെ ആൻസർ എന്ത് ചെയ്തു? ഇൻട്രൊഡക്ഷൻ നടത്തി. അതിനുശേഷം ബോഡിയിലേക്ക് പോവാണ്. ഞാൻ ബോഡിയിൽ പോകുമ്പം സ്ഥിരമായിട്ട് ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം, നമ്മൾ ഈ ഹെഡിങ്സ് കൊടുക്കാനുള്ള ഒരു മടി ജനറലി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, നമ്മൾ എപ്പോഴും ആൻസർ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഹെഡിങ്സ് മാക്സിമം കൊടുത്ത് എഴുതുക. അതിന്റെ റീസൺ രണ്ടെണ്ണമാണ്. ഒന്ന്, നിങ്ങൾ എന്തൊക്കെയാണ് എഴുതി വെക്കുന്നത് എന്നുള്ളതിന്റെ ഒരു വിസിബിലിറ്റി ആർക്ക് കൂടുതൽ കിട്ടും? എക്സാമിനർക്ക് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് അഡ്രസ് ചെയ്ത് പോകുന്നത്, ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ ആൻസർ എഴുതുന്നത്, അതൊരു കൈൻഡ് ഓഫ് നമ്മൾ അവരെ ഡയറക്റ്റ് ചെയ്യുന്ന പോലെയാണ്. റൈറ്റ്. സെക്കൻഡ് തിങ് എന്താണ്? വെൻ യു ഗിവ് ഹെഡിങ്സ്, ദ പ്രോബബിലിറ്റി ഓർ ചാൻസസ് ഓഫ് യു ഡീവിയേറ്റിംഗ് ഫ്രം ദ ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യനും കുറയും. ഈ ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സാധനം ഇതിപ്പോ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഒത്തിരി അധികം ഡീവിയേറ്റ് ചെയ്ത് പോകാൻ സാധ്യതയില്ല. പക്ഷെ ഇൻ കേസ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്റർ കണക്ട് ചെയ്ത് എഴുതേണ്ട ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഈ പ്രോപ്പർ ഹെഡിങ്സ് കൊടുത്താൽ നമ്മൾ നമ്മളെ തന്നെ റെസ്ട്രിക്ട് ചെയ്യാണ് ടു അഡ്രസ് ദ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ ഹെഡിങ് ദാറ്റ് വി ഹാവ് ഗിവൺ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ചിലപ്പോൾ എഴുതി കാർഡ് കയറി എവിടേക്കൊക്കെയോ പോവാം. ഓക്കെ, അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ ആൻസർ ആ ക്വസ്റ്റ്യന്റെ ഡിമാൻഡിനനുസരിച്ചിട്ടായിരിക്കില്ല നമ്മൾ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മാർക്സ് കുറയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ രണ്ട് ആംഗിൾ നിങ്ങൾ ചിന്തിക്കണം. ഒന്ന് വിസിബിലിറ്റി കൂട്ടാനും, രണ്ടാമത്തത് നിങ്ങൾ ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യന്റെ ഡിമാൻഡിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നില്ല എന്ന് ഉറപ്പിക്കാനും യു ഹാവ് ടു ഗിവ് പ്രോപ്പർ ഹെഡിങ്സ്. അപ്പൊ അത് ഡയറക്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന കാര്യമാണ് എഴുതുന്നതെങ്കിൽ പോലും, ഇംപ്ലിസിറ്റ്ലി ഓർ എക്സ്പ്ലിസിറ്റ്ലി, നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം? എന്ത് കൊടുക്കാം? ഹെഡിങ് കൊടുക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാം, ക്വസ്റ്റ്യൻ തന്നെ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് എക്സാമിൻ ചെയ്യാനല്ലേ, അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിനെ കുറിച്ച് എഴുതാൻ പോകുന്നതെന്നുള്ളത്? അങ്ങനെയൊന്നും വിചാരിക്കരുത്. യു ഹാവ് ടു ഗിവ് ഹെഡിങ്സ്. അപ്പൊ ആഫ്റ്റർ റൈറ്റിംഗ് ദ ഡെഫിനിഷൻ, വാട്ട് യു ആർ ഗോയിങ് ടു ഡു ഇസ് യു വിൽ ഗിവ് ദ ഹെഡിങ് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി. നൗ കമ്മിങ് ടു ദ ഇൻട്രൊഡക്ഷൻ പാർട്ട്, നിങ്ങൾക്ക് രണ്ട് രീതിയിൽ സോഷ്യോളജിയിൽ വരുന്ന സമയത്ത് അങ്ങനെ ഈ രീതിയിൽ മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ, അതല്ലാത്ത രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ആൻസർ തെറ്റാവും, അങ്ങനെയൊന്നുമില്ല. ദർ ഇസ് നോ ഫിക്സ്ഡ് ആൻസർ വെൻ ഇറ്റ് കംസ് ടു സോഷ്യോളജി. നിങ്ങൾക്ക് ഇതിനെ പല ഡിഫറെന്റ് രീതിയിൽ നിങ്ങളുടേതായ യുണീക്ക് രീതിയിൽ എന്ത് ചെയ്യാം? അപ്രോച്ച് ചെയ്യാം. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടുത്തെ നമുക്ക് ഇൻട്രൊഡക്ഷനെ കുറിച്ചിട്ട് തന്നെ നോക്കാം. ഇൻട്രൊഡക്ഷൻ ഈതർ വാട്ട് യു ക്യാൻ ഡു ഇസ് യു ക്യാൻ ഗിവ് ദ ഡെഫിനിഷൻ ഓഫ് വാട്ട് ഈസ് ഫാമിലി, ഓർ വേറെന്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ വായിക്കുക. എക്സാമിൻ ദ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി.
ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്താണെന്ന് പറയാലോ. അല്ലെങ്കിൽ ചില ആൾക്കാർ എന്ത് ചെയ്യും, they will give both. First they will define family and then they will explain what is functionalist perspective. Now ഈ ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെക്കുറിച്ച് വളരെ ഇലാബറേറ്റ് ആയി എഴുതേണ്ട ആവശ്യമില്ല. ബിക്കോസ് ദിസ് ഈസ് ഇൻട്രൊഡക്ഷൻ ആൻഡ് ജനറലി ഇൻട്രൊഡക്ഷൻ ഷുഡ് നോട്ട് ക്രോസ് 5 to 6 ലൈൻസ്. അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ടു ലെങ്തി ആണെന്നുള്ള കമന്റ് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് അത് നല്ലതുമല്ല. ഇൻട്രൊഡക്ഷൻ ഷുഡ് ബി ക്രിസ്പ്, കൺസൈസ് ആൻഡ് ക്ലിയർ. ഓക്കെ, അതുകൊണ്ടാണ് ഡെഫിനിഷൻസ് വെച്ചിട്ട് തന്നെ തുടങ്ങണം എന്ന് പറയുന്നത്. Now if suppose നിങ്ങൾ രണ്ട് കീവേഡ് ഈ ക്വസ്റ്റ്യനിലുണ്ട്, ഫാമിലി ഉണ്ട്, ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് ഉണ്ട്, ആൻഡ് യു ആർ പ്ലാനിങ് ടു റൈറ്റ് ദ ഡെഫിനിഷൻ ഓർ എക്സ്പ്ലനേഷൻ ഓഫ് ബോത്ത് ഫാമിലി ആസ് വെൽ ആസ് ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ്. ഇൻ ദാറ്റ് കേസ് നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ടും കൂടി ഒരൊറ്റ പാരഗ്രാഫിൽ എഴുതരുത്, രണ്ടിനെയും രണ്ട് സ്മോൾ പാരഗ്രാഫ്സ് ആയിട്ട് എന്ത് ചെയ്യാം, മാറ്റാം. സോ ഫസ്റ്റ് യു ക്യാൻ റൈറ്റ് വാട്ട് ഈസ് ഫാമിലി, അടുത്ത പാരഗ്രാഫിൽ എന്ത് ചെയ്യാം, യു ക്യാൻ എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ്. Now when you are explaining functionalist perspective നിങ്ങൾ എന്താ എഴുതാൻ പോകുന്നത്, ഫാമിലിയുടെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവിനെ കുറിച്ച് നമ്മൾ ഡെഫിനേഷൻ ആയിട്ടൊന്നും പഠിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് എഴുതും, നിങ്ങൾ എഴുതും ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് കൊടുത്താലും അവർ പോസിറ്റീവ് ആണെന്ന് പറയും. അങ്ങനെയാണോ എഴുതുക? ഞാൻ ഈ പറഞ്ഞ പോലെയല്ലല്ലോ എഴുതിയിരിക്കുന്നത്, പിന്നെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? പോസിറ്റീവ് ആസ്പെക്ട് ഓഫ് ഫാമിലി. ഓക്കെ, നിങ്ങൾ ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവിനെ ഫാമിലി ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, മേ ബി അല്ല, യു ക്യാൻ റൈറ്റ് ഇൻ ജനറൽ അബൌട്ട് ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് അല്ലെ. ഇൻ ജനറൽ ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്താണ്, they consider all social institutions as functional for the society and they contribute to the functions of society. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്, all major എന്ന് വേണ്ട, all social institutions contribute positively to the society or contribute in meeting certain functions of society. ഇങ്ങനെ നിങ്ങൾ എഴുതുക. എഴുത്തിനകത്ത് നമ്മൾ എന്ത് കൊണ്ടുവരാം, രണ്ട് കാര്യമുണ്ട്. ഇപ്പം നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പൊ ആദ്യമൊക്കെ നിങ്ങൾ എഴുതുമ്പം നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ലാത്തതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം എന്തായിരിക്കും, ഇത് 2 പേജിലാണ് എഴുതേണ്ടത്, അപ്പൊ എങ്ങനെയെങ്കിലും ഈ പേജ് നിറക്കണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങളുടെ തലയിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ 10 വാക്കിൽ എഴുതേണ്ട സാധനങ്ങൾ എങ്ങനെ എഴുതും, 20 or 25 വാക്കിൽ എഴുതാൻ നോക്കും, എന്നാലല്ലേ ഇത് നിറക്കാൻ പറ്റുള്ളൂ. ഇത് എങ്ങനെ നിറക്കും, അതായിരിക്കും നിങ്ങളുടെ കൺസേൺ. പക്ഷെ ഈ ഒരു കൺസേൺ വളരെ തുടക്കത്തിലുള്ള ചെറിയൊരു ടൈം പീരിയഡിൽ മാത്രമേ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നുള്ളൂ. കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങളുടെ കോണ്ടന്റ് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, കൂടും. അങ്ങനെ കൂടുമ്പം എന്താ സംഭവിക്കാൻ പോകുന്നത്, മറിച്ചായിരിക്കും സംഭവിക്കുക. നിങ്ങൾക്ക് കുറെ എഴുതാനുണ്ട്, പക്ഷെ നിങ്ങൾ എഴുതി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്ഥലം തികയാത്തൊരവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ നിങ്ങൾ എന്ത് ചെയ്യാം, ടു ദ പോയിന്റ് സ്ട്രെയിറ്റ് ഫോർവേഡായി കാര്യങ്ങൾ പറയാം. അതിന്റെ അർത്ഥം GS എഴുതുന്ന പോലെ 4 വാക്ക് എഴുതി വെച്ച് പോവാന്നുള്ളതല്ല. ബിക്കോസ് സോഷ്യോളജിയിൽ ആൻസർ എഴുതുമ്പോഴും GS ആൻസർ എഴുതുമ്പോഴും ഒരു മേജർ ഡിഫറൻസ് ഉണ്ട്. GS നിങ്ങൾ ഒരു 3 വാക്ക് എഴുതി അതിനെ ഡെപ്തിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യോ, ഡെപ്ത് അല്ല, ലൈക്ക് അതിനെ ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണ്ട, ഫുൾ സെന്റൻസസ് നിങ്ങൾ എഴുതണ്ട. നിങ്ങളിപ്പോൾ എഴുതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. സേ ഫോർ എക്സാമ്പിൾ, സപ്പോസ് യു ആർ റൈറ്റിംഗ് എ പോയിന്റ് റിഗാർഡിംഗ് agriculture sector in India. Okay, question is regarding the challenges faced by agricultural sector. ഞാൻ അവിടെയും വളരെ ബ്രോഡ് ആൻഡ് ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എടുക്കുന്നത് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസിയർ. ഓക്കെ, നൗ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് എഴുതേണ്ട പോയിന്റ്, ഫാമേഴ്സിന് ഇൻകം ഇല്ല, കുറവാണ്. അപ്പൊ നിങ്ങൾ എന്താ എഴുതാൻ പോകുന്നത്, GS ലാക്ക് ഓഫ് പ്രോപ്പർ ഇൻകം. കഴിഞ്ഞു. അതിനകത്ത് വേറെ തലയോ വാലോ ഒന്നുമില്ല. ഇത് സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഒരാൾ വായിച്ചു കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് വലിയ അർത്ഥമൊന്നുമില്ല. ഫാമേഴ്സിന് ഇൻകം ഇല്ല, അതെല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട്, അതെങ്ങനെ, ഏത് രീതിയിലൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല വെൻ ഇറ്റ് കംസ് ടു GS. അങ്ങനെയാണ് ജനറലി പറയപ്പെടുന്നത്. അതിന് പകരം നിങ്ങൾ എന്താ എഴുതാൻ പോകുന്നത്, ലാക്ക് ഓഫ് ഇൻകം ഫോർ ഫാമേഴ്സ് എന്ന് എഴുതിയതിനു ശേഷം യു വിൽ ഗിവ് എൻ എക്സാമ്പിൾ. ആ എക്സാമ്പിളിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഡയറക്റ്റീവ് എന്തായിരിക്കും, യു ഹാവ് ടു ബ്രിങ് സം സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ ഇന്ത്യയിലെ ആവറേജ് ഇൻകം ഓഫ് ഫാമേഴ്സ് ഇത്ര പൈസയേ ഉള്ളൂ അല്ലേ. ഇങ്ങനെയാണ് GS എഴുതുന്ന ഒരു സ്റ്റൈൽ. എന്നാൽ സോഷ്യോളജിയിൽ നിങ്ങൾ എഴുതുമ്പം ഇതേപോലെ പ്രത്യേകിച്ച് ഒരു ഫുൾ സെന്റൻസസ് അല്ലാതെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ അല്ലല്ലോ എഴുതുന്നത്, GS പോലെ അല്ലല്ലോ, നമ്മൾ ഫുൾ ആയിട്ടല്ലേ എഴുതുന്നത്. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, സോഷ്യോളജി എഴുതണം. ഐഡിയ മനസ്സിലായോ, ക്ലിയർ ആണോ? അത് എന്തുകൊണ്ട്, എങ്ങനെയെന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു സ്കോപ്പ് നിങ്ങളുടെ പോയിന്റിൽ ഉണ്ടാവരുത്. സോറി, ഓക്കെ, ഹൗ, വൈ, വാട്ട്, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനുള്ള ഒരു സ്കോപ്പ് നിങ്ങളുടെ ആൻസറിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം ഞാൻ ഇത് ജനറലി കാണുന്ന ഒരു ട്രെൻഡാണ്. എല്ലാവരും GS എഴുതി അത് ശീലിച്ചിട്ട് എന്ത് ചെയ്യും, സോഷ്യോളജി അതുപോലെ അങ്ങ് എഴുതും.
ഓക്കെ, അത് തുടക്കക്കാർ മാത്രമല്ല, ഇപ്പൊ മെയിൻസിന്റെ ടെസ്റ്റ് സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ വരുന്ന ഒരു സാധനവും ഏറ്റവും കൂടുതൽ ഇങ്ങനെ പറഞ്ഞ് ശരിയാക്കേണ്ടി വരുന്ന ഒരു ഐറ്റവും ഇതാണ്. ഓക്കെ, അപ്പം നിങ്ങളെ കേസിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ ഇവിടുന്ന് ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ ഫുൾ സെന്റൻസസിൽ എഴുതും. നിങ്ങൾ ഇതേപോലെ എന്ത് ചെയ്യും, GS പോയി എഴുതും. അപ്പൊ അവിടുന്ന് നിങ്ങൾക്ക് തെറി കിട്ടും, ഇങ്ങനെയാണ് എഴുതുന്നത്, ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ആ തെറി കിട്ടിയപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു 3-4 വാക്കിൽ എഴുതുന്നതാവും. എന്നിട്ട് അടുത്ത സോഷ്യോളജിയുടെ ടെസ്റ്റ് വരും, അപ്പൊ നിങ്ങൾ അതുപോലെ എഴുതും. അപ്പൊ ഞാൻ തെറി പറയും, ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പൊ ഈ ഒരു പ്രശ്നം ജനറലി എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ്. തുടക്കത്തിലെ നിങ്ങളെ മൈൻഡിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കുക. സോഷ്യോളജി ഇങ്ങനെ, GS ഇങ്ങനെ. ഐഡിയ മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. സോ ടു ദ പോയിന്റ് ആവണം, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഫുൾ സെന്റൻസസ് ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ആൻസർ എഴുതാം. സോ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഓക്കെ, ഇപ്പൊ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്ടീവ് കൺസിഡർ ഓൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് കോൺട്രിബ്യൂട്ടിംഗ് പോസിറ്റീവ്ലി ടു ദ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹൗ, വൈ, വാട്ട് എന്നൊക്കെ ചോദിക്കാനുള്ള സ്കോപ്പ് ഉണ്ടോ? അധികം ഇല്ല. ക്ലിയർ? നേരെ മറിച്ച് നിങ്ങൾ ഫങ്ഷണലിസ്റ്റ് ഒരു ആരോ, പോസിറ്റീവ് ആരോ, കോൺട്രിബ്യൂട്ട് ടു സൊസൈറ്റി ഇങ്ങനെ എഴുതിയാൽ അത് ശരിയാവില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ബിക്കോസ് ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ ഈ തെറ്റൊന്നും വരുത്തി തുടങ്ങിയിട്ടുണ്ടാവില്ല, പക്ഷെ കുറച്ച് കാലങ്ങളായിട്ട് ഈ തെറ്റുകൾ കാണുന്നതുകൊണ്ട് ആദ്യമേ പറഞ്ഞാൽ നിങ്ങൾക്ക് അതനുസരിച്ച് ചെയ്യാലോ. മനസ്സിലായോ? ഓൾറൈറ്റ്. അപ്പൊ ഇത് രണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. മേക്ക് ഷുവർ നിങ്ങൾ ഇങ്ങനെ 2 ഡെഫിനിഷൻസ് എഴുതുന്നുണ്ടെങ്കിൽ 2 പാരഗ്രാഫ്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുന്ന പോലെ തോന്നും. ഓക്കെ, എന്തുകൊണ്ടാണ് ഞാൻ എന്നിട്ട് എനിക്കും ബോധ്യമുണ്ട് ഞാൻ അത് ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഞാൻ ഈ ക്ലാസ്സിൽ 4-5 തവണ പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾ എഴുതി വരുമ്പോൾ 2 ഡെഫിനിഷൻ ഒരു പാരഗ്രാഫിൽ. ഓക്കെ, അപ്പൊ അതിന്റെ ഗുട്ടൻസ് എനിക്ക് എന്താണെന്ന് അറിയില്ല, പക്ഷെ അങ്ങനെ നടക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വളരെ സീരിയസ് ആയി അത് ഒഴിഞ്ഞ് എന്ത് ചെയ്തത് നിങ്ങളത് പറയുന്നത്. എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കാം. Now we give the heading that is functionalist perspective on family. Now another important thing to note, സോഷ്യോളജിയിൽ പല ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലൊരു മേജർ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് റിഗാർഡിംഗ് ദ പെർസ്പെക്ടിവ്സ്. ഇഫ് യു ആർ ആസ്ക്ഡ് ടു എക്സ്പ്ലെയിൻ ദ പെർസ്പെക്ടിവ്, സേ ഫോർ എക്സാമ്പിൾ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്ടീവ് ഓൺ ഫാമിലി, ഓർ മാർക്സിസ്റ്റ് പെർസ്പെക്ടീവ് ഓൺ ഫാമിലി, ഓർ ഈവൻ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്ടീവ് ഓൺ റിലീജിയൻ, ഇങ്ങനെ നമ്മൾ പഠിക്കുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും പെർസ്പെക്ടീവ്സിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡയറക്ട്ലി, നോ ഇൻഡയറക്ട്ലി ഒന്നുമല്ല, ജസ്റ്റ് ദ പ്ലെയിൻ ക്വസ്റ്റ്യൻ വെയർ യു ആർ ആസ്ക്ഡ് ടു എക്സ്പ്ലെയിൻ എ പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രം എ പെർസ്പെക്ടീവ്സ് വ്യൂ പോയിന്റ്. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിച്ചാൽ എപ്പോഴും നിങ്ങൾ എങ്ങനെ എഴുതണം? ആ പെർസ്പെക്റ്റീവിലുള്ള തിങ്കേഴ്സ് പറഞ്ഞിരിക്കുന്ന വ്യൂ പോയിന്റ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. കാരണം ഇഫ് സപ്പോസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന വെച്ച് പറയാം അല്ലെ, ക്ലാസ്സിൽ ഞാൻ ആദ്യം ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഒന്ന് ജനറൽ ആയിട്ട് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിന്റെ ആംഗിൾ പറഞ്ഞു. വേർ ഐ ഓൾസോ മെൻഷൻ അബൌട്ട് ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് പെർഫോം ബൈ ഫാമിലി ലൈക്ക് the sexual gratification function or reproduction function, socialization function, ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സംടൈംസ് നിങ്ങൾ എന്ത് ചെയ്യും, ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി എന്നുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഫസ്റ്റ് പോയിന്റ് സോഷ്യലൈസേഷൻ, ദെൻ എക്സ്പ്ലനേഷൻ ഓഫ് സോഷ്യലൈസേഷൻ, മേ ബി നിങ്ങൾ അതിനകത്ത് എഴുതുമ്പം പാർസൺസിന്റെ പേര് കൊണ്ടുവന്നേക്കാം. സെക്കൻഡ് പോയിന്റ് നിങ്ങൾ എഴുതുന്നു റിപ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് ഫാമിലിനെ കുറിച്ച് എഴുതുന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വഴിക്ക് നിങ്ങൾ ചിലപ്പോൾ ആരെ കുറിച്ച് മെൻഷൻ ചെയ്യാം, GP മെർഡോക്കിനെ കുറിച്ച് മെൻഷൻ ചെയ്തേക്കാം. ഇങ്ങനെ എഴുതരുത്. ഓക്കെ, പെർസ്പെക്റ്റീവ് ചോദിച്ചാൽ ഫസ്റ്റ് പോയിന്റ് GP മെർഡോക്ക് ഫാമിലിനെ കുറിച്ച് എന്ത് പറഞ്ഞു? GP മെർഡോക്ക് മെൻഷൻ ദാറ്റ് there are 4 important functions for family which are sexual functions, reproduction function, educational function and economic function. Now ഈ 4 ഫംഗ്ഷൻസിനെ നിങ്ങൾ വളരെ ഇലാബറേറ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ അതെന്താണെന്നുള്ളത് പറഞ്ഞു പോയാൽ മതി. എഡ്യൂക്കേഷൻ ഫംഗ്ഷൻ is transferring of norms and values of the family to the next generation. അല്ലെ, economic function is by providing economic and financial support to the members of family. Reproduction function is for എന്താണ്, increasing the members of society, and sexual gratification function is to provide or to meet the biological needs without causing conflict in the society. Crystal clear ആണല്ലോ? കൺസൈസ് ആയിട്ട് ഇത്ര പറയേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ഇത്രയേ ഉള്ളൂ. സി, ബൈ റൈറ്റിംഗ് ആൻസേഴ്സ് നിങ്ങൾ എന്താ ചെയ്യുന്നത്? യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ എക്സാമിനർ അല്ലേ? ഇപ്പൊ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്നു, ഞാൻ എന്തൊക്കെയൊക്കെയോ ബന്ധമില്ലാതെ പറയാണ്, ക്ലാരിറ്റി ഇല്ല. നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ എന്തെങ്കിലും മനസ്സിലാവോ? ഇല്ല അല്ലേ? ഇപ്പൊ നമ്മൾ നേർക്ക് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു കണക്ഷൻ ഇല്ലാതെ എന്തൊക്കെയോ റാൻഡമായി സ്കാറ്റേർഡ് ആയിട്ട് എഴുതിയാൽ എങ്ങനെയായിരിക്കും അവസ്ഥ?
അത് വായിക്കുന്ന ഒരാൾക്ക് എന്താ ഉദ്ദേശിക്കുന്നതെന്നോ ഇതിലെന്താണ് ഇതിന്റെ മീനിങ് എന്താണെന്നോ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾ എഴുതുന്ന സമയത്ത് യു ഹാവ് ടു കീപ് ദിസ് തിങ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് യു ആർ ആക്ച്വലി കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് എ പേഴ്സൺ ത്രൂ ദ മീഡിയം ഓഫ് യുവർ അല്ലെങ്കിൽ ത്രൂ യുവർ ആൻസേഴ്സ്. ക്ലിയർ? അപ്പൊ വായിക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ ആൻസർ വായിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാവണം, ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. എന്നാലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ പോകുന്നത്? കൂടുതൽ മാർക്സ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ നോളജിനെ വെറുതെ എങ്ങനെയെങ്കിലൊക്കെ ഡംപ് ചെയ്യാന്നുള്ളതല്ല, അത് ഒരാൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ നോക്കുക, എഴുതാൻ നോക്കുക. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫങ്ഷണൽസ് പെർസ്പെക്റ്റീവ് മെർഡോക്ക് 4 ഫങ്ഷൻസ് പറയുന്നു. ബ്രീഫ്ലി വി ആർ ജസ്റ്റ് മെൻഷനിങ് വാട്ട് ആർ ദോസ് ഫങ്ഷൻസ്. ഇവിടെ ഒരു ക്ലിയർ ആയിരിക്കില്ലേ ആര് വായിച്ചാലും. Then next we will move on to McIver and Page, and we will mention that McIver and Page mentioned about essential and non-essential functions being performed by family. The essential functions of family are procreation, sexual gratification, and provision of home. According to McIver and Page, essential functions of families are performed by family across different societies. Non-essential functions of family like education function, health function, recreation, religious and all those kind of functions are performed by families or are not performed by families in all societies. Mostly in traditional societies, such functions are performed by the family. ഇതല്ലേ നമ്മൾ ക്ലാസ്സിൽ പഠിച്ച കാര്യം. ഇത് നമ്മൾ വളരെ കൺസൈസ് ആയി ഈ ഞാൻ പറയുന്നത് പോലെ തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളതായ രീതിയിൽ എഴുതാം. ജസ്റ്റ് ദാറ്റ് ഈ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. മനസ്സിലായോ? ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓരോന്നിന്റെയും ഇമ്പോർട്ടന്റ് കീവേഡ്സ്. ഇപ്പൊ ജി പി മെർഡോക്ക് പറയുമ്പോൾ 4 ഫംഗ്ഷൻസ്, മെക്കൈവർ പറയുമ്പോൾ എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ. ആ എസെൻഷ്യൽ എന്താണെന്നുള്ളതും നോൺ എസെൻഷ്യൽ എന്താണെന്നുള്ളതും. ഇനി അടുത്ത് നമ്മൾ താൽക്കോട്ട് പാഴ്സൺസ് പറയുമ്പോഴോ, അക്കോർഡിംഗ് ടു പാഴ്സൺസ് there are 2 important functions of family which are primary socialization and adult personality stabilization. Primary socialization is the transfer of norms and values. Adult personality stabilization is transfer of norms and values of, adult personality stabilization is providing emotional support, thereby stabilizing the personality of adult members of the family. അല്ലെ? അതിനകത്ത് നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പുരുഷ വിഭാഗം വീട്ടിൽ തളർന്നു വരുമ്പോഴത്തേക്ക് ഭാര്യ ഭീകരമായി എന്റർടൈൻ ചെയ്യണം, അങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അതൊക്കെ കഥയാണ്, അല്ലെ? കഥ എന്നല്ല, ഇറ്റ് ഈസ് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അല്ലെ? ഒരു റൈറ്റിംഗ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പം ആ കഥക്ക് ഒത്തിരി റെലവൻസ് ഇല്ല, എസ്പെഷ്യലി ബിക്കോസ് വി ആർ റൈറ്റിംഗ് ദ ഓവറോൾ ഫങ്ഷണൽ പെർസ്പെക്റ്റീവ്. ഇഫ് സപ്പോസ് ക്വസ്റ്റ്യൻ ഇസ് റിഗാർഡിംഗ് പാർസൺസ് വ്യൂസ് ഓൺ ഫാമിലി, അത് മാത്രമാണ് നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത്. ഇൻ ദാറ്റ് കേസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സംഭവങ്ങളൊക്കെ എഴുതണം. ഐഡിയ മനസ്സിലായോ? സോ ഡിപ്പെൻഡിങ് ഓൺ ദ ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതേണ്ട കണ്ടന്റ് എന്ത് ചെയ്യാം, മാറ്റി കൊണ്ടുവരിക. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആണോ? ഓക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. ആൻസർ റൈറ്റിംഗ് നിങ്ങൾ റെഗുലർലി പ്രോപ്പർലി കൺസിസ്റ്റന്റ്ലി ചെയ്താൽ ഡെഫിനറ്റ്ലി അതിന്റെ ഒരു ഇംപ്രൂവ്മെന്റും അതിന്റെ ഗുണവും നിങ്ങൾക്ക് വരും. ഓക്കെ, ഞാൻ അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, പക്ഷെ വീണ്ടും പറയാണ്, ഇത് നമ്മളുടെ ലാസ്റ്റത്തെ ഡെമോ ക്ലാസ് ആണ്. സോ നിങ്ങൾ എല്ലാവരും ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ യു ചൂസ് സോഷ്യോളജി ഓർ എനി അതർ ഓപ്ഷണൽ, വെദർ യു ചൂസ് ടു ഡു സോഷ്യോളജി ഹിയർ ഓർ ഇൻ എനി അതർ ഇൻസ്റ്റിറ്റ്യൂട്ട്, വൺ തിങ് ദാറ്റ് യു ഓൾ നീഡ് ടു കീപ് ഇൻ മൈൻഡ് ആസ് നിങ്ങൾ വെറുതെ പഠിച്ചതിനെ കൊണ്ട് മാത്രം UPSCയിൽ ഫോർ GS ആസ് വെൽ ആസ് ഫോർ ഓപ്ഷണൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ കിട്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പ് വെച്ച് നിങ്ങൾക്ക് ഒപ്പിട്ടരാൻ പറ്റില്ല, പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് ഒപ്പിട്ടരാൻ പറ്റും. നിങ്ങൾ എന്ത് ഇല്ല, ക്ലിയർ ആവാനുള്ള സാധ്യതകൾ ഇല്ല. ഓക്കെ, അപ്പൊ ഡേ 1 തൊട്ടിട്ട് ആൻസർ റൈറ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ഓക്കെ, പിന്നെ ഞാൻ അന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഇപ്പൊ ഈ എഴുതിയ ആൻസർ ഞാൻ നിങ്ങളത് പേഴ്സണലി വന്ന് ചെക്ക് ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ ഞാൻ ഈ പറയുന്നത് പോലെ ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ നിങ്ങൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അത് ഈ ടെസ്റ്റിന് മാത്രമല്ല, ഈ ചാപ്റ്റർ കഴിഞ്ഞ് നടത്താൻ പോകുന്ന ടെസ്റ്റിലും അങ്ങനെയായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ടെസ്റ്റ് നടത്തുമ്പോൾ അതിലും അങ്ങനെയായിരിക്കും, തേർഡിലും ഫോർത്തിലൊക്കെ അങ്ങനെയായിരിക്കും. ഓക്കെ, ഡിഫറൻസ് വരുന്നത് നിങ്ങൾ ഫസ്റ്റ് ടെസ്റ്റിൽ നിന്ന് രണ്ടാമത്തെ ടെസ്റ്റിലേക്ക് പോകുമ്പം നിങ്ങൾ ഭീകരമായി റെഡിയായോ എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾ ഈ പ്രോസസ്സ് മിസ്റ്റേക്സ് വരുത്തി അത് മുന്നോട്ടേക്ക് പഠിച്ചു പോകുമ്പം അറ്റ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് മാറ്റർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയി ഈ ഒരു പെർട്ടിക്കുലർ ആൻസർ റൈറ്റിംഗ് കൊണ്ടുപോയാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തുണ്ടാവും, മാറ്റം ഉണ്ടാവും. അത് 100% എനിക്ക് ഉറപ്പാണ്, ബിക്കോസ് ഐ ഹാവ് സീൻ ദാറ്റ്.
ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് എഴുതുന്ന ആൾക്കാർ തുടക്കത്തിൽ മോശമാവും, പക്ഷെ അവസാനം എന്തായിരിക്കും? അടിപൊളിയാവും. ക്ലിയർ ആണോ? ഓക്കെ. സോ ഈ 3 എഴുതി. നിങ്ങൾ ഇതിനകത്ത് വോഗൽ ആൻഡ് ബെൽ എഴുതിയോ? കൺക്ലൂഷനിൽ കൊണ്ടുവന്നു. ഗുഡ്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഈദർ വാട്ട് യു ക്യാൻ ഡു ഇസ് യു ക്യാൻ റൈറ്റ് അബൌട്ട് വോഗൽ ആൻഡ് ബെൽ ഇൻ ദ മെയിൻ ബോഡി ഇറ്റ് സെൽഫ്. ആ 4ാമത്തെ പോയിന്റ് ആയിട്ട് വോഗൽ ആൻഡ് ബെൽ എഴുതുക. അക്കോർഡിംഗ് ടു വോഗൽ ആൻഡ് ബെൽ ഫാമിലി എന്താണ് വോഗൽ ആൻഡ് ബെൽ ചെയ്തത്? ദേ ട്രൈ ടു അഡ്രസ് ദ ഡിസ്ഫങ്ഷൻസ് ഓഫ് ഫാമിലി ബൈ സ്റ്റേയിങ് വിത്തിൻ ദ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്ടീവ്. ദേ സെഡ് ദാറ്റ് ഈവൻ ദോ ഫാമിലീസ് ആർ functional for the society as a whole, but it is dysfunctional for the child. അവരതിന് വർക്ക് ചെയ്തായിരുന്നു ഇമോഷണലി ഡിസ്റ്റർബ് ചൈൽഡ് ആസ് എ ഫാമിലി സ്കേപ്പ് ഗോട്ട്, അല്ലെ? ആ പേര് എഴുതണം നിർബന്ധമില്ല, ബട്ട് യു ഹാവ് ടു മെൻഷൻ ദ ഐഡിയ. എന്നിട്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൺക്ലൂഷൻ എന്തെഴുതും? ആസ് യു ഹാവ് ബോട്ട് വോഗൽ ആൻഡ് ബെൽ ഇൻ ദ ബോഡി, കൺക്ലൂഷനിൽ എന്തെഴുതും? കൺക്ലൂഷനിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യം, ആസ് നമ്മൾ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് ഒന്നും പഠിക്കാത്തത് കൊണ്ട് നിങ്ങളുടെ നോളജ് വെച്ച് നിങ്ങൾക്ക് എന്താ അറിയാം? ഈ ഫങ്ഷണലിസ്റ്റുകൾ പറഞ്ഞതുപോലുള്ള ഫങ്ഷൻസ് മാത്രമാണോ ഫാമിലിക്കുള്ളത്? അല്ല, പിന്നെന്തുണ്ട്? ഡിസ്ഫങ്ഷൻസ് ഉണ്ട്. അതിൽ 1-2 ഡിസ്ഫങ്ഷൻസ് നിങ്ങൾക്ക് ജനറലി അറിയുന്ന ഡിസ്ഫങ്ഷൻസ് അല്ലേ? എന്താണ് ഡിസ്ഫങ്ഷൻസ് ഓഫ് ഫാമിലി? നമ്മളല്ലാതെ ഇങ്ങനെ ഡിസ്കസ് ഒക്കെ ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. എന്താ? ഡിവോഴ്സ് കൂടുന്നതിനെ കുറിച്ച് പറയാം. പിന്നെ ഓവർ കൺട്രോളിങ്ങിന്റെ കാര്യം പറയാം. ഒരു ഡെവലപ്മെന്റ് ഓഫ് സെൽഫിനെ ഇമ്പാക്ട് ചെയ്യുന്ന കാര്യം, അല്ലേ? പിന്നെ നമ്മൾ ഇതിലും കൂടുതൽ എന്തൊക്കെയോ നെഗറ്റീവ്സ് ഫാമിലിനെ കുറിച്ച് പറഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. നമ്മൾ ഫീമെയിൽ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ആലോചിച്ചാൽ പോരെ? ഫാമിലി എന്താണ്? വിമന് ഡിസ്ഫങ്ഷണൽ അല്ലേ? ജനറലി അങ്ങനെയല്ലേ പറയപ്പെടുന്നത്? അപ്പൊ നിങ്ങൾ ഇവിടെ എഴുതുമ്പം കൺക്ലൂഷൻ എഴുതുമ്പോൾ എന്ത് എഴുതാം? Even though the functionalist perspective on family tried to bring about or bring out the functions of family, however, the feminist perspective or the feminist criticize family as a den of patriarchy or family as promoting patriarchal values. ഇത്ര മതി. അതിനകത്ത് വേറെ എലാബറേഷന്റെ കാര്യമൊന്നുമില്ല. ജസ്റ്റ് യു ഹാവ് ടു മെൻഷൻ ഇതിന് വേറൊരു സൈഡും കൂടി ഉണ്ട്. ഇപ്പൊ ഞാൻ അന്ന് തുടക്കത്തിലേ പറഞ്ഞതുപോലെയാണ്, GS നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. Because whenever you conclude the answer in GS, you are expected to bring something positive. അല്ലെ? പ്രതീക്ഷകൾ കൊടുത്ത് നിർത്തണം എന്നാണ് എപ്പോഴും ജനറലി പറയുന്നത്. ഇന്ത്യനെ കുറിച്ച് ഫുള്ള് കുറ്റെഴുതി നമ്മൾ വരെ ഒന്നും പേടിക്കാനില്ല, 2035 ആകുമ്പോൾ എല്ലാം റെഡിയാകും. ഓക്കെ, നമുക്ക് അങ്ങനെ ഓരോ ടാർഗറ്റ് ഉണ്ട്. അത് ആദ്യം 2020 ആയിരുന്നു. 2020 കഴിഞ്ഞപ്പോൾ നമ്മൾ 25 ആക്കി. ഇപ്പൊ 25 കഴിഞ്ഞുകൊണ്ട് 2030 ആവും. ഞാൻ മോശമായിട്ട് പറയുന്നതല്ല, പക്ഷെ നമുക്ക് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മൾ ഈ ഗോൾസിനൊക്കെ മാറ്റി മാറ്റി വെക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കൺക്ലൂഷൻ എഴുതുമ്പോൾ എന്ത് പറയും? ഇന്ത്യ 2035 ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയാവും, അല്ലെങ്കിൽ 2027 ഇന്ത്യ ഇങ്ങനെയാവും, ഡെവലപ്ഡ് കൺട്രി ആവും 2027 ആകുമ്പോഴത്തേക്ക് എന്നൊക്കെ പറയുന്ന കുറെ അധികം സാധനങ്ങൾ നമ്മൾ എഴുതുക. അതാണ് GS പറയുന്നത്. പക്ഷെ സോഷ്യോളജിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ എന്ത് പെർസ്പെക്റ്റീവിനെയാണോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് വ്യൂ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം? കൊണ്ടുവരാം. സോ ഇൻ ദിസ് കേസ് ഓൾട്ടർനേറ്റീവ് വ്യൂ എന്താണ്? ഇവര് ഫങ്ഷൻസ് മാത്രമേ പറയുന്നുള്ളൂ, പക്ഷെ ഫാമിലി അങ്ങനെയല്ല. ഫാമിലിക്ക് എന്തുണ്ട്? കുറെ ഡിസ്ഫങ്ഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിൽ 1-2 ജസ്റ്റ് എഴുതി പോവാം. ഇനി സപ്പോസ് ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്തത്, വോഗൽ ആൻഡ് ബെല്ലിനെ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചു ഫോർ കൺക്ലൂഷൻ, അതും ഓക്കെ ആണ്. നിങ്ങൾ ഇതൊക്കെ എഴുതിയതിനു ശേഷം അവസാനം പറയുന്നു, ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് എല്ലാവരും ഫങ്ഷൻസ് പറയുമ്പോൾ വോഗൽ ആൻഡ് ബെൽ എന്ത് ചെയ്തു? ദേ ട്രൈ ടു എക്സ്പ്ലെയിൻ ദ ഡിസ്ഫങ്ഷൻസ് ഓഫ് ഫാമിലി ബൈ സ്റ്റേയിങ് വിത്തിൻ ദ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്. ദേ സെഡ് ദാറ്റ് ഫാമിലീസ് ഈവൻ ദോ ഫങ്ഷണൽ ഫോർ സൊസൈറ്റി ആർ ഡിസ്ഫങ്ഷണൽ ഫോർ the child. That's it. സെറ്റ് ആണല്ലേ? ഇങ്ങനെ എഴുതുമ്പോഴത്തേക്ക് ഒരു 150 വേർഡ്സിന്റെ ആൻസർ ആവുന്നു. സെറ്റ് ആണോ? നിങ്ങൾക്ക് എഴുതി എത്ര പേര് എഴുതിയെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, അതൊക്കെ ഭയങ്കര മോശമായി പോവും. ഇപ്പം ചോദിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞ് ചോദിക്കാം. നിങ്ങൾ ഈ എഴുതിയ ആൾക്കാര് എഴുതിയപ്പം എങ്ങനെയുണ്ട്? എഴുതാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ല. പറ്റുന്നില്ല എന്ന് ആരോ പറഞ്ഞല്ലോ, ഇവിടുന്നാണോ? എന്ത് പറ്റി? കുഴപ്പമില്ല, പ്രഷറായി, സോഷ്യൽ പ്രഷർ. ഇനിയിപ്പം ഇങ്ങനെയാ മോശം പറയാം. ഓക്കെ, അപ്പം എനിക്കറിയാം പേഴ്സണലി പ്രശ്നം ഉണ്ടാവും ജനറലി. ഓക്കെ, അപ്പൊ അത് കുഴപ്പമില്ല. നമ്മൾ ആ ഐഡിയ കിട്ടുക, ഐഡിയ മനസ്സിലാക്കുക, അതിനനുസരിച്ച് നീങ്ങാം.
നമ്മളിനി മുന്നോട്ട് പോകുമ്പോൾ ഓരോ പോർഷൻസ് ഒക്കെ കഴിയുമ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് എഴുതാൻ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് തരാം. അത് നിങ്ങൾ എഴുതുക. സോ ദാറ്റ് നമുക്ക് ഏർലി തന്നെ ആ ഒരു പ്രാക്ടീസ് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. കാരണം നമ്മൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഫസ്റ്റ് ടെസ്റ്റ് തന്നെ 50% ഓഫ് ദ സ്ട്രെങ്ത് ആണ് എഴുതുന്നത്. അത് ആലോചിക്കണം. ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞ തവണ എത്ര 125 130 സ്റ്റുഡൻസിന്റെ ബാച്ചിനകത്ത് ഫസ്റ്റ് ടെസ്റ്റ് എഴുതിയത് അറൌണ്ട് 65-70 ആൾക്കാർ. സെക്കൻഡ് ടെസ്റ്റ് അതൊരു 50s വന്നു. 2 ടെസ്റ്റ് എഴുതാത്ത ആൾക്കാരെയൊക്കെ നമ്മൾ തെരഞ്ഞു പിടിച്ച് മെസ്സേജ് അയച്ചു. നിങ്ങൾ എന്താണ് ഇങ്ങനെ 2 ടെസ്റ്റ് എഴുതിയില്ല എന്ന് കാണുന്നുണ്ട്, എല്ലാവരും എഴുതണം. അപ്പൊ കുറെ ആൾക്കാർ തിരിച്ച്, ചില ആൾക്കാർ മൈൻഡ് പോലും ചെയ്തില്ല, ചില ആൾക്കാർ തിരിച്ച് മെസ്സേജ് അയച്ചു. കുറച്ച് ഇഷ്യൂസ് ഒക്കെ കാരണം, ഹെൽത്ത് ഇഷ്യൂ അതൊക്കെ കാരണമാണ്, നമ്മൾ എന്തായാലും പെട്ടെന്ന് എഴുതും. അത് അവരങ്ങനെ അയക്കുമ്പോഴും എനിക്കറിയാം എഴുതാൻ പോകുന്നില്ല എന്നുള്ളത്. ബിക്കോസ് ടെസ്റ്റിന്റെ അന്ന് എഴുതിയില്ലെങ്കിൽ അതിനെ പിന്നെ നിങ്ങൾ ആലോചിക്കണ്ട, അത് മറന്നേക്കുക. ഇപ്പൊ ന്യൂസ് പേപ്പർ ഒക്കെ പോലെ നിങ്ങൾ ഇന്നത്തെ ന്യൂസ് പേപ്പർ വായിക്കാതിരിക്കുമ്പോൾ നാളെ എടുത്ത് വായിക്കാന്നൊക്കെ വിചാരിച്ച് എടുത്ത് വെക്കുന്നുണ്ടാവില്ലേ? ആ ബണ്ടിൽ ഇപ്പം വലുതായിട്ടുണ്ടാവില്ലേ? എന്നിട്ട് അവസാനം നമ്മൾ ആർക്കെങ്കിലും വിറ്റ് ആ പൈസ കൊണ്ട് പൊറോട്ടയും ബീഫൊക്കെ കഴിച്ച്, ഓക്കെ, ഞാനും പ്രിപ്പയർ ചെയ്തതാണ്, അപ്പൊ എനിക്കറിയാം എന്താ സംഭവിക്കാന്നുള്ളത്. അപ്പം അന്നന്ന് എഴുതിയിട്ടില്ലെങ്കിൽ പോയി, പിന്നെ അത് നമ്മൾ എഴുതാനുള്ള സാധ്യതയൊന്നുമില്ല. ഇവിടെ എന്തിനു നിങ്ങൾ പറയുന്നത്, ഇപ്രാവശ്യം മെയിൻസ് എക്സാം അല്ലേ, പ്രിലിംസ് പാസ്സാവാന്നൊക്കെ പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിക്കുമോ? പ്രിലിംസ് ഒക്കെ പാസ്സായിട്ട് വേണം മെയിൻസ് എഴുതാൻ, അല്ലേ? മെയിൻസ് ടെസ്റ്റ് സീരീസ് നടക്കാണ്. മെയിൻസ് എഴുതുന്ന ഓൾമോസ്റ്റ് 64 to 65 ആൾക്കാർ ഇപ്പൊ ഇവിടുത്തെ ടെസ്റ്റ് സീരീസിലുണ്ട്. അതിനകത്ത് ഇപ്പം തൊട്ട് മുന്നേ കഴിഞ്ഞ ടെസ്റ്റ് 32 പേരെ എഴുതിയിട്ടുള്ളൂ. എന്താണ് കാരണം? മെസ്സേജ് വരും, പഠിച്ച് തീർന്നില്ല, പഠിച്ച് തീർന്ന് 2 ദിവസത്തിനകത്ത് എഴുതാം, ചെറുതായിട്ട് സുഖമില്ലാതായി അതുകൊണ്ട് 3 ദിവസം കഴിഞ്ഞിട്ട് എഴുതിക്കോട്ടെ, കുറെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരും. നമ്മളെല്ലാം ഓക്കെ പറയും, നമ്മൾ ഫ്ലെക്സിബിൾ ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടെസ്റ്റ് ഒക്കെ 2 ദിവസം മുമ്പ് സബ്മിറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. ഇതിപ്പോ 4th ടെസ്റ്റ് കഴിഞ്ഞതാ, പക്ഷെ പോട്ടെ കുഴപ്പമില്ല എന്ന് വിചാരിക്കും. പക്ഷെ മെയിൻസ് എഴുതാണ്, മെയിൻസ് നമ്മളെ പടിവാതിൽക്കൽ ഇങ്ങനെ നിൽക്കുകയാണ്, എന്നിട്ടും ആർക്കും എന്തില്ല, സീരിയസ്നെസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് പറയുന്നത് എന്തിനാണെന്നറിയോ? എന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ഇതൊക്കെ പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ച് എനിക്കൊരു സങ്കടം തോന്നുന്നുണ്ടല്ലോ. ഇപ്പൊ എനിക്കിനി വിഷമമില്ല, ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ശരിക്കും പറഞ്ഞ ഒരു സാഡിസ്റ്റിക് പ്ലഷർ എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. നമ്മൾ ഈ ബാച്ചിൽ എപ്പോഴും തുടക്കത്തിൽ നിങ്ങൾ എന്റെ കഴിഞ്ഞ വർഷത്തെ ഡെമോ ക്ലാസ് എടുത്താലും ചിലപ്പോൾ ഇതേ സാധനങ്ങൾ അവിടെയും ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടാവും. ആ വർഷത്തെ മെയിൻസ് ടെസ്റ്റ് സീരീസിന്റെ നമ്പർ എടുത്ത് അവിടെ എത്ര പേര് എഴുതുന്നു, അതിന്റെ മുന്നിലത്തെ വർഷം എത്ര പേര് എഴുതുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. മേ ബി ഡെമോയിലായിരിക്കും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടായിരിക്കും, പക്ഷെ മോസ്റ്റ് ലൈക്ലി ഡെമോയിലായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു ബാച്ചിൽ പോലും എനിക്ക് വ്യത്യാസം കാണാൻ പറ്റിയിട്ടില്ല. നിങ്ങളിലാണ് എന്റെ പ്രതീക്ഷ. ഇതുവരെ എനിക്കൊരു ബാച്ചിലും വ്യത്യാസം കാണാൻ പറ്റിയിട്ടില്ല. എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യത്തെ ബാച്ചിലെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു നമ്മൾ ഫുൾ ആയിട്ട് എഴുതും, ഭയങ്കര അടിപൊളിയാക്കും എന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് ബെറ്റർ ആയിരുന്നു കമ്പാരിറ്റീവ്ലി. ബട്ട് സ്റ്റിൽ 5ാമത്തെ ടെസ്റ്റ് എഴുതിയപ്പം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പണി ഉണ്ടായിരുന്നില്ല. ഒരു 10-25 പേരുണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഒക്കെ കൊടുത്ത് പരിപാടി തീർത്ത് എനിക്ക് വെറുതെ ഇരിക്കാം. ഓക്കെ, എന്നെ വെറുതെ ഇരുത്തരുത്, എന്നെ പണിയെടുപ്പിക്കണം നിങ്ങൾ. അതാ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ നിർബന്ധമായിട്ട് അങ്ങ് എഴുതുക. എന്നിട്ട് ഇതേപോലെയൊക്കെ പറഞ്ഞ് ആൾക്കാർ എഴുതാതിരിക്കുന്നു. ഇപ്രാവശ്യം പ്രിലിംസിന്റെ റിസൾട്ട് വന്നപ്പോൾ കഴിഞ്ഞ ബാച്ചിൽ നിന്ന് എനിക്കൊന്ന് തൊട്ട് കഴിഞ്ഞ ബാച്ചിൽ 4 പേരായിട്ടുണ്ടായിരുന്നു ഇപ്പം മെയിൻസ് പാസ്സായത്. അതിനകത്ത് ഒരാള് ക്ലാസ്സേ പകുതിക്ക് വെച്ച് നിർത്തി. അതായത് പിന്നെ അങ്ങോട്ട് കാണുന്നുണ്ടായിരുന്നില്ല. പ്രിലിംസ് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് റിസൾട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇൻ ബിറ്റ്വീൻ ഒരു അസുഖം വന്നു, അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരു ഫ്ലോ പോയി, എനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല, ഫ്ലോ പോയി. ഒരു 3-4 ദിവസം ക്ലാസ് പോയപ്പം പിന്നെ അത് റെക്കോർഡിങ് കാണാന്ന് വിചാരിച്ചു. ഇതൊക്കെ പാറ്റേൺ ആണ്. ഈ ഓഫ്ലൈൻ വരുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരു 2 ദിവസം എന്തെങ്കിലുമൊക്കെ ആയിട്ട് വിചാരിക്കും നമുക്ക് ഓൺലൈൻ കാണാന്ന് വിചാരിക്കും. പിന്നെ ഓൺലൈൻ കണ്ട് ഓൺലൈനായി, പിന്നെ നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് ബന്ധമില്ല. ചിലപ്പോൾ ഞാൻ ഇപ്പൊ നിങ്ങളൊക്കെ കാണുന്നില്ലേ, ഇനി നിങ്ങൾ വല്ല പ്രിലിംസ് പാസ്സാകുമ്പോൾ ഇവിടെ ഓണം സെലിബ്രേഷൻ നടത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങളെ കാണാൻ പോകുന്നത്. ചില ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് സാർ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇതാരാ, സീരിയസ്ലി അങ്ങനെ നടന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാവുന്നില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ ഡെയിലി വരുന്ന ആൾക്കാരുടെ മുഖം എന്റെ മനസ്സിലുണ്ടാവും. ഞാൻ പറയാറുണ്ട്, നമുക്ക് കുറെ ഈ പഴയ ഏകലവ്യ മോഡൽ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ ഉണ്ട്. ഒളിഞ്ഞിരുന്ന് പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ശബ്ദത്തിലൂടെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഇതുവരെ കാണാത്ത ആൾക്കാരുണ്ട്. ഇങ്ങനെ ഇവരൊക്കെ നമ്മളെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇവരിങ്ങനെ എഴുതില്ല. ഓഫ്ലൈൻ ഉള്ളവർ ഓൺലൈൻ പോകും. ഈ ഓൺലൈനിൽ നിന്നുകൊണ്ടിരിക്കുമ്പോൾ 1-2 ദിവസത്തെ തിരക്ക്, എല്ലാം ഈ 1-2 ദിവസത്തെ എന്തോ തിരക്കാണ്. ആ തിരക്ക് മാറ്റി എല്ലാ പ്രശ്നവും തീരും. അപ്പൊ അത് വരുമ്പോൾ റെക്കോർഡിങ് കാണാന്ന് വിചാരിക്കും. ഓക്കെ, അതൊരു ലൂപ്പാണ്. നമ്മൾ ഈ റെക്കോർഡിങ് കാണാന്ന് വിചാരിക്കും, നമ്മൾ വിചാരിക്കും 2 റെക്കോർഡിങ് പിറകിലാണല്ലോ നമ്മളുള്ളത്.
അപ്പൊ നമ്മൾ വിചാരിക്കും ആ 2 തീർന്നിട്ടല്ലേ ലൈവിൽ ചേർക്കാൻ പറ്റുള്ളൂ, അപ്പം നമുക്ക് ഈ വീക്കെൻഡിൽ മൊത്തം കാണാന്ന് വിചാരിക്കും. അപ്പോ നമ്മൾ വിചാരിക്കും ഇനി 2 ദിവസം കൂടി അല്ലേ വീക്കെൻഡിലുള്ളൂ, അപ്പം ഈ 2 ദിവസത്തും കഴിഞ്ഞ 2 ദിവസത്തും കൂടി 4 വീക്കെൻഡിൽ നമുക്ക് കാണാം. 4 വീക്കെൻഡിൽ കാണില്ല. അപ്പൊ അടുത്ത ആഴ്ച ആകുമ്പോഴോ കണ്ടിന്യൂറ്റി ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഫുൾ റെക്കോർഡിങ്ങിലേക്ക് നീങ്ങും. പിന്നെ ആ റെക്കോർഡിങ്ങും തീരുമാനമാവും. അങ്ങനെ പകുതിക്ക് വെച്ച് തീരുമാനമായ ഒരു സ്റ്റുഡന്റ് അപ്പം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ആൻസർ എഴുതിയിട്ടുണ്ടാവില്ല. അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് ആദ്യം പറഞ്ഞു ഈ വർഷത്തെ ഒരു പ്ലാൻ എന്താ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പം പ്രിലിംസ് പാസ്സാവുന്ന വലിയ പ്രതീക്ഷയില്ല. പക്ഷെ പ്രിലിംസ് പാസ്സായപ്പോഴത്തേക്ക് അതുവരെ സംസാരിച്ച പോലെയല്ല, ഫുൾ ടെൻഷനായി. കാരണം എന്താണ്, പ്രിലിംസ് പാസ്സായി, ക്ലാസ് പകുതിയേ കണ്ടിട്ടുള്ളൂ, ആൻസർ ഇതുവരെ എഴുതിയിട്ടില്ല. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിൽ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും. കാരണം മെയിൻസ് എഴുതാൻ പോകുന്നു, പക്ഷെ ഭയങ്കര അൺപ്രിപ്പയർഡ് ആണ് നമ്മൾക്ക് ഒരു തോന്നലുണ്ടായാൽ നമ്മളെ മനസ്സമാധാനം കംപ്ലീറ്റ്ലി അത് കളയും. ഓക്കെ, കുറ്റബോധം ഒരു സൈഡിൽ, പഠിക്കേണ്ട പ്രഷർ വേറൊരു സൈഡില്, ഇതൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ആ ഒരു ഓവർവെൽമിങ് ഫീലിംഗ് വേറൊരു സൈഡില്. ഇതൊക്കെ അടിച്ച് എന്ത് സംഭവിക്കും, ഇത് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് തന്നെ പഠിക്കാൻ പറ്റില്ല. പഠിച്ച് തീരുന്നത് വേറെ, പക്ഷെ ഈ ഇത്രയും ടെൻഷൻ വരുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുമോ? നമ്മൾ ഒപ്റ്റിമൽ പെർഫോമൻസ് ഉണ്ടാവും അവിടെ? ഉണ്ടാവില്ല. അപ്പൊ എന്താണ്, ടെസ്റ്റ് എഴുതുന്ന ഡിലേ ആയി തുടങ്ങും, ടെസ്റ്റ് ഇൻ ബിറ്റ്വീൻ സ്കിപ്പ് ആവും. അപ്പൊ ഈ ഒരു ട്രെൻഡ് എല്ലാ വർഷവും നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതേപോലെ പറഞ്ഞല്ലോ അല്ലെ, നിങ്ങൾ എല്ലാവരും കേൾക്കുന്നു, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്ത് വിചാരിക്കുന്നു, നമ്മൾ അങ്ങനെ ആവില്ല, നമ്മൾ കൃത്യമായിട്ട് എഴുതും, ക്ലാസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യും. പക്ഷെ അങ്ങനെ നിങ്ങൾ ആ വാശിയെ അത് നടക്കൂല എന്നാണോ ഇപ്പോഴേ പ്രതീക്ഷ വിടല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അപ്പം ആ ഒരു പ്രതീക്ഷ നിങ്ങൾ വിടാതെ ആ ഒരു ഫയർ ഉണ്ടല്ലോ, ആ ഫയർ നിങ്ങൾ എന്ത് ചെയ്യണം, കാത്തു സൂക്ഷിക്കുക. എന്നിട്ട് കൃത്യമായി എഴുതി മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, എന്നെ കൊണ്ട് ഇത്രേ പറയാൻ പറ്റുള്ളൂ. ഇനി 2 മെസ്സേജും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് അയക്കാൻ പറ്റും. ഇതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് നിങ്ങളെ ഓരോ ആളെയും കണ്ട് ദയവ് ചെയ്ത് എഴുതണം എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പോസിബിൾ ആണോ? ഒരിക്കലും അല്ല. ഓക്കെ, പിന്നെ വല്ല വഴിക്കും വെച്ച് നിങ്ങളെ കാണുമ്പോൾ വേണമെങ്കിൽ ചോദിക്കുക എക്സാം എഴുതുന്നുണ്ടോ, എന്താണ് ഇപ്പൊ അവസ്ഥ, ഇത്രയൊക്കെ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി എഴുതുക. ഓക്കെ, നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ സപ്പോർട്ടും നമ്മൾ ഇവിടുന്ന് തരും. നിങ്ങളിപ്പോ എഴുതിയ ശരിയായിട്ടില്ല, ഒന്നും കൂടി ഞാൻ നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കും, അത് വീണ്ടും നിങ്ങൾ വന്ന് കാണിക്കുന്നു, അപ്പോഴും ശരിയായിട്ടില്ല, അപ്പൊ വീണ്ടും നിങ്ങൾ എഴുതുന്നു. അപ്പൊ നിങ്ങൾ പണിയെടുക്കുക, ബാക്കി പരിപാടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതൊക്കെ പറയുന്നത് ഒരു പ്രതീക്ഷയിലാണ്. നിങ്ങൾ എഴുതുമ്പം കുറെ ആൾക്കാർ എഴുതുന്നു, ക്ലാസ് ഫുൾ എഴുതുന്നു എന്നുള്ളൊരു പ്രതീക്ഷ മാത്രം. ഓക്കെ, പിന്നെ ഞാൻ ഈ ഇനാം പ്രഖ്യാപിക്കാറുണ്ട്. ഈ ക്ലാസ്സിൽ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള ടെസ്റ്റ് മൊത്തം എഴുതി കഴിഞ്ഞാൽ എന്റെ വക ഞങ്ങൾക്ക് ഗംഭീര ട്രീറ്റ് ആയിരിക്കും നിങ്ങൾ പറയുന്ന സ്ഥലത്ത്. കാരണം എനിക്കത് ധൈര്യമായിട്ട് പറയാം. എല്ലാ ടെസ്റ്റും വളരെ കൺസിസ്റ്റന്റ് ആയി നിങ്ങൾ എല്ലാവരും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ ട്രീറ്റ് തരും. അതിപ്പം വില്ലാമയ ആയിക്കോട്ടെ, ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടൽ ആയിക്കോട്ടെ, ഡസൻ മാറ്റർ. നിങ്ങൾ എല്ലാവരും എല്ലാവരും പറയാൻ പറ്റുക, അത് ശരി. നിങ്ങൾ ഓരോ ആൾക്കും എനിക്ക് അങ്ങനെ തരാൻ പറ്റില്ലല്ലോ. എല്ലാവരും എഴുതിയാൽ ഞാൻ ഉറപ്പായിട്ട് ട്രീറ്റ് തരും. ഇതെന്റെ വാക്കാണ്. നിങ്ങൾ വേണമെങ്കിൽ ഇത് റെക്കോർഡിംഗ് ആണല്ലോ, ഇത് എടുത്തു വെച്ചോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ചെയ്യോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ചെയ്താ എനിക്ക് ആ ട്രീറ്റ് ചെയ്തതിൽ സങ്കടം ഉണ്ടാവില്ല. കാരണം ഒരു ബാച്ച് ഫുള്ള് കൺസിസ്റ്റന്റ് ആയിട്ടൊക്കെ എഴുതുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പൊ നമുക്ക് ഞാൻ ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിട്ടിക്കൽ വ്യൂസ് ഓൺ ഫാമിലി എന്ന് പറയുന്ന സംഭവമാണ്. എന്താണ് ഈ ക്രിട്ടിക്കൽ വ്യൂസ് ഓൺ ഫാമിലി? ക്രിട്ടിക്കൽ വ്യൂസ് ഉദ്ദേശിക്കുന്നത് ഫാമിലിനെ കുറിച്ച് ആ ടേമിൽ തന്നെ നിങ്ങൾക്ക് അറിയാം അതിന്റെ മീനിങ് എന്താണ്. ക്രിട്ടിക്കൽ എന്ന് പറയുമ്പോൾ ക്രിറ്റിസിസംസ്. ഓക്കെ, ഫാമിലിനെ കുറിച്ച് മോശം പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. Now ഈ ക്രിട്ടിക്കൽ വ്യൂസ് ഓൺ ഫാമിലി എന്ന് പറയുമ്പം ഇതൊരു ലാർജർ അംബ്രല്ലയാണ്. ഇൻ ദ സെൻസ് ഫാമിലിനെ കുറിച്ച് കുറ്റം പറയുന്ന എല്ലാവിധ പേഴ്സ്പെക്റ്റീവ്സും എവിടെ വരും? ക്രിട്ടിക്കൽ വ്യൂസിൽ വരും. Now ഇവിടെ നമ്മൾ ഈ ക്രിട്ടിക്കൽ വ്യൂസ് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർട്ടൻ ഇൻഡിവിജ്വൽ തിങ്കേഴ്സ് ആണ് ഹു ക്രിട്ടിസൈസ്ഡ് ഫാമിലി. ഇവരിങ്ങനെ ഇന്ന പേഴ്സ്പെക്റ്റീവിന്റെ അകത്താണെന്നൊന്നുമില്ല. They have generally criticized family as an institution. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള certain views ആണ് which is against family.
ഓക്കെ, ഇത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സർട്ടൻ തിങ്കേഴ്സിന്റെ വ്യൂസ് ഓൺ ഫാമിലി വിച്ച് ഇസ് അഗെയിൻസ്റ്റ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി. ഇനി ഈ ഒരു ഇൻഡിപെൻഡന്റ് ആൾക്കാർ തീർന്നാൽ രണ്ടാമത്തെ ക്രിട്ടിക്കൽ വ്യൂസ് ഓൺ ഫാമിലി ആണ് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി. ഓക്കെ, അത് കഴിഞ്ഞാൽ മൂന്നാമത് വരുന്നതാണ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി. ഈ മൂന്ന് പെർസ്പെക്റ്റീവ്സും മീനിങ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഈ തിങ്കേഴ്സും മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവും ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവും ഇവരെല്ലാവരും ഫാമിലിനെ എന്താണ് ഒരു നെഗറ്റീവ് ഓർ ക്രിട്ടിക്കൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത്. ഓൾറൈറ്റ്, നൗ ഈ ഇൻഡിപെൻഡന്റ് ആൾക്കാരുടെ ഒരു വ്യൂ പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മൾക്ക് ഈ രണ്ട് പെർസ്പെക്റ്റീവ് എന്താണെന്നുള്ളതും കൂടി കുറച്ച് കാര്യമായി മനസ്സിലാക്കാം. എസ്പെഷ്യലി മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്, ബിക്കോസ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ദർ ഇസ് നത്തിങ് മച്ച് ടു ആക്ച്വലി എക്സ്പ്ലെയിൻ. യു ഓൾറെഡി നോ എന്താണ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇക്വാലിറ്റി അല്ലെ, ഈക്വൽ ജെൻഡർ റൈറ്റ്സ് അങ്ങനത്തെ ഉള്ള ഒരു ആംഗിളിലാണ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്. സോ എന്താണ് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് നമ്മൾ ഇതിനു മുമ്പ് ക്ലാസ്സിൽ ചെറുതായിട്ട് ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്? ഞാൻ ജനറൽ ആയിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, ജനറൽ ആയിട്ട് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കാൾ മാർക്സ് പറയുന്ന ഒരു കാര്യം, ഇതിന്റെ വക്താവാണ് കാൾ മാർക്സ്. ഓക്കെ, നിങ്ങൾ ഈ പുള്ളിയുടെ പേരെന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും, ബിക്കോസ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എസ്പെഷ്യലി നമ്മൾ കേരളത്തിലായതുകൊണ്ട് എന്തായാലും കാൾ മാർക്സിന്റെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഈ കാൾ മാർക്സിന്റെ ഒരു വ്യൂ പോയിന്റ് പറയുന്നത്, നമ്മൾ അന്ന് ഇൻഡസ്ട്രിയലൈസേഷനെ കുറിച്ച് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? എന്താണ് നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷനെ കുറിച്ച് പറഞ്ഞത്? നമ്മൾ സോഷ്യോളജീനെ മനസ്സിലാക്കുമ്പോൾ ഒന്ന് എമർജൻസ് ഓഫ് സോഷ്യോളജിക്ക് തന്നെ പ്രധാനമായ ഒരു കാരണം ഇൻഡസ്ട്രിയലൈസേഷനും അത് കാരണം വന്ന സൊസൈറ്റീസിലുള്ള പല മാറ്റങ്ങളുമാണ്. ഓക്കെ, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് എന്താണ്? എക്കണോമിക് ആയിട്ടുള്ള മാറ്റമാണ്. നൗ കാൾ മാർക്സിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് ഈ ഇൻഡസ്ട്രിയലൈസേഷനും ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം ഇൻഡസ്ട്രീസിൽ നടന്നിരിക്കുന്ന എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വർക്കേഴ്സുമാണ് ഓർ വർക്കിംഗ് ക്ലാസ്സുമാണ്. ഓക്കെ, അപ്പം ഈ എക്സ്പ്ലോയിറ്റേഷൻ കണ്ട് അതിനെ ബേസ് ചെയ്ത് അത് ഇൻഫ്ലുവൻസ്ഡ് ആയി മാർക്സ് എന്ത് ചെയ്യാൻ തുടങ്ങി? മാർക്സിൻ്റെതായ ഐഡിയാസ് പറയാൻ തുടങ്ങി. മാർക്സ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമ്മളുടെ ഈ സൊസൈറ്റീനെ നമ്മളൊരു വീട് പോലെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ വീട്ടിന്റെ അടിത്തറ ഓർ ഫൗണ്ടേഷൻ ഓർ ദ ബേസ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് എന്താണ്? അവിടുത്തെ എക്കണോമിക് സിസ്റ്റമാണ്. മാർക്സ് അതിനെ മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് വിളിക്കുന്നത്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോ പോണ്ട. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ എക്കണോമിക് സിസ്റ്റം ഫോംസ് ദ ഫൗണ്ടേഷൻ ഓർ ദ ബേസ് ഓഫ് ദ സൊസൈറ്റി. ഓക്കെ, അക്കോർഡിംഗ് ടു മാർക്സ്, ദോസ് ഹു കൺട്രോൾ ദ ബേസ് ഓർ ദ ഫൗണ്ടേഷൻ, മീനിങ് ആരാണ് എക്കണോമിക് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത്? ക്യാപിറ്റലിസ്റ്റുകൾ അല്ലെങ്കിൽ ഹാവ്സ് എന്ന് പറയും. ഉള്ളവരും ഇല്ലാത്തവരുമാണ്. അതാണ് മാർക്സിന്റെ ഒരു ടേം, ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്. നിങ്ങൾ ഈ ടേം ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഹാവ്സ് ഹാവ് നോട്ട്സ്. ഹാവ്സ് എന്ന് പറയുന്നത് ബൂർഷ്വാസി എന്നൊക്കെ പറയുന്ന മുതലാളിമാർ അല്ലെങ്കിൽ പണമുള്ളവർ. ഓക്കെ, ഹാവ് നോട്ട്സ് എന്ന് പറയുന്നതോ പ്രൊലറ്റേറിയറ്റ്സ് ഓർ ദോസ് ഹു ഡു നോട്ട് ഹാവ് റിസോഴ്സസ്. മീനിങ് ഇത് ഓണിംഗ് ക്ലാസ്സും ഇതെന്താണ് വർക്കിംഗ് ക്ലാസ്സും ആണ്. ക്ലിയർ? അപ്പം ഹാവ്സും ഹാവ് നോട്ട്സും. നൗ ആരാണ് ഇക്കണോമിക് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത്? ഹാവ്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്, മീനിങ് ദ ഓണിംഗ് ക്ലാസ്. നൗ മാർക്സ് പറയുന്നു, ദോസ് ഹു കൺട്രോൾ ദ ഇക്കണോമിക് സിസ്റ്റം ദേ കൺട്രോൾ ഓൾ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ സൊസൈറ്റി. അതാണ് ഡിഫറൻസ്. എക്കണോമിക് സിസ്റ്റം ഫോംസ് ദ ബേസ് ഓർ ദ ഫൗണ്ടേഷൻ. അതിന്റെ മുകളിലാണ് ബാക്കി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും, വെദർ ഇറ്റ് ഇസ് മീഡിയ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഫാമിലി, റിലീജിയൻ or any other institution that we can see in the society. ഈ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും is part of the superstructure എന്നാണ് മാർക്സ് ഇതിനെ വിളിക്കുന്നത്. ഇത് ബേസ് സ്ട്രക്ചറും ഇത് സൂപ്പർ സ്ട്രക്ചറും. സോ all other institutions in the society is part of the superstructure, and those who control the base structure or the economic structure or economic system, they control all other institutions in society. ഐഡിയ മനസ്സിലായോ? അതായത് മുതലാളിമാരാണ് ഈ സമൂഹത്തിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. മാർക്സ് പറയാണ്, ഈ സൂപ്പർ സ്ട്രക്ചറിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും, അത് ഫാമിലി ആയിക്കോട്ടെ, റിലീജിയൻ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ശരിക്കും ഒരു ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്. അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഈ പറയുന്ന എക്കണോമിക് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നവരെ
സഹായിക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം. ഇക്കണോമിക് സിസ്റ്റം ആരാണോ കൺട്രോൾ ചെയ്യുന്നത്? മുതലാളിമാർ. ഈ മുതലാളിമാരെ സഹായിക്കാനാണ് ഈ സമൂഹത്തിലുള്ള ബാക്കി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ആര് പറയുന്നത്? മാർക്സ് പറയുന്നത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ റിലീജിയനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇല്ലേ? നമ്മൾ റിലീജിയന്റെ കാര്യം പറഞ്ഞില്ലേ? മാർക്സ് എന്താ പറഞ്ഞത്? റിലീജിയൻ ഒപ്പിയം ഓഫ് ദ മാസസ് എന്നാണ് പറഞ്ഞത്. മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ത്? കറുപ്പ് എന്ന് വെച്ചാൽ നിറമല്ല, ഒപ്പിയം. ഓക്കെ, ഡ്രഗ് ആണ് റിലീജിയൻ എന്നാണ് ആര് പറഞ്ഞത്? മാർക്സ് പറഞ്ഞത്. അതിന്റെ കാരണം എന്താണ്? നമ്മളെ നാട്ടിലുള്ള ആൾക്കാരെ ആര് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ക്യാപിറ്റലിസ്റ്റുകൾ, അല്ലെ? നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, മാർക്സ് പറയുന്നു ഈ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, ഹാവ്സും ഹാവ് നോട്ട്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഈ റിലേഷൻഷിപ്പിന്റെ ഒരു നേച്ചർ നമുക്ക് നോക്കാം. ഹാവ്സ് എന്ന് പറയുന്ന ആൾക്കാർ മൈനോറിറ്റി ആയിരിക്കോ മെജോറിറ്റി ആയിരിക്കോ? നമ്പർ വൈസ് മൈനോറിറ്റി, അല്ലെ? ചെറിയ നമ്പർ ഓഫ് ആൾക്കാരല്ലേ മുതലാളിമാരാവുന്നുള്ളത്. വാസ്റ്റ് മെജോറിറ്റി ആരായിരിക്കും? ഹാവ് നോട്ട്സ്. ഈ ഹാവ്സ് എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത്? ഈ ഹാവ് നോട്ട്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് മാർക്സ് പറയുന്നത് ഹാവ്സ് പൈസ ഉണ്ടാക്കുന്നത്, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, നൗ ഈ പ്രോഫിറ്റ് അവർക്ക് ഉണ്ടാക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം? ഹാവ് നോട്ട്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇവർക്ക് പ്രോഫിറ്റ് കിട്ടോ? ഇല്ല. നൗ ഈ ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഈ ഹാവ് നോട്ട്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് വഴി എങ്ങനെയാ പ്രോഫിറ്റ് കിട്ടുന്നത്? അത് ചൂഷണം മാത്രമല്ലേ? ഇതിന് മാർക്സ് പറയുന്ന ഒരു കാര്യം, നമ്മൾ യഥാർത്ഥത്തിൽ ക്യാപിറ്റലിസം എടുത്താൽ ഇവിടെ ഒരു ക്യാപിറ്റലിസ്റ്റിന് കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം. എങ്ങനെയാണ് ഒരു ക്യാപിറ്റലിസ്റ്റിന് പ്രോഫിറ്റ് കിട്ടുന്നത്? ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, ഞാനാണ് മുതലാളി. ഞാൻ നേരിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവോ? അല്ല, ഞാൻ കുറെ വർക്കേഴ്സിനെ വെച്ചിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നൗ ഞാൻ ഒരു ഐറ്റം സെൽ ചെയ്യുന്നത് 100 റുപ്പീസിനാണ്. ഓക്കെ, ഈ ഐറ്റം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എന്റെ റോ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? സപ്പോസ് 40 റുപ്പീസ് ആണ്. റോ മെറ്റീരിയൽ കോസ്റ്റ് 40 ആണ്. ഞാൻ അത് സെൽ ചെയ്യുന്നത് 100-നാണ്. ഈ റോ മെറ്റീരിയൽ കോസ്റ്റിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല, അല്ലെ? അതെനിക്ക് ആസ് സച്ച് പ്രോഫിറ്റ് തരുമോ? ഇല്ല. നൗ ഈ റോ മെറ്റീരിയലിനെ ഞാനൊരു പ്രൊഡ്യൂസ് ആക്കി മാറ്റുമ്പോൾ അത് ശരിക്കും ആരാണ് ചെയ്യുന്നത്? വർക്കേഴ്സ് ആണ് ചെയ്യുന്നത്, അല്ലെ? നമ്മുടെ അടുത്ത് കുറെ റോ മെറ്റീരിയൽസ് ഉണ്ട്, അതിനെ മൊത്തം മാറ്റി അതിനെ റെഡിയാക്കി ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കുന്നത് ആരാണ്? വർക്കേഴ്സ് ആണ്. നൗ ഈ 40 റുപ്പീസ് കോസ്റ്റ് വരുന്ന റോ മെറ്റീരിയലിനെ ഞാൻ ഫൈനൽ പ്രൊഡക്റ്റായി 100 ആക്കുമ്പം ഈ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വർക്കേഴ്സിന് ഞാൻ കൊടുക്കുന്നത് വെറും 20 രൂപയാണെന്ന് വിചാരിക്കുക, അല്ലെ? അപ്പൊ എന്റെ പ്രോഫിറ്റ് എത്രയാ? 40 റുപ്പീസ്. ഈ 40 റുപ്പീസ് എന്ന് പറയുന്ന എന്റെ പ്രോഫിറ്റ് ശരിക്കും എന്താണ്? ഈ വർക്കേഴ്സിന്റെ ലേബറിന് തുല്യമായി ഞാൻ വില കൊടുക്കാതെ, അല്ലെ, അവര് ഈ റോ മെറ്റീരിയലിനെ ഫൈനൽ പ്രൊഡക്റ്റ് ആക്കിയപ്പോഴാണ് അതിന്റെ വില 100 ആയത്. മീനിങ് അവരാണ് ആ വാല്യൂ ആഡ് ചെയ്തത്. പക്ഷെ ആ വാല്യൂ അവർ ആഡ് ചെയ്തതിന് അത്രത്തോളം പൈസ ഞാൻ അവർക്ക് എന്തായിട്ട് കൊടുക്കുന്നില്ല? വേജസ് ആയിട്ട് കൊടുക്കുന്നില്ല. ഞാൻ അതിന്റെ ചെറിയൊരു ഫ്രാക്ഷൻ മാത്രം അവർക്ക് എന്ത് ചെയ്യുന്നു? വേജസ് ആയി കൊടുക്കുന്നു. ബാക്കി വരുന്ന എമൗണ്ട് ആണ് എന്ത് വരുന്നത്? എന്റെ പ്രോഫിറ്റ്. അപ്പം ഒരു ലേബർ പവറിനെ, അതിന്റെ വാല്യൂവിനെ ഞാൻ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതല്ലേ ശരിക്കും എന്റെ പ്രോഫിറ്റ്? ഐഡിയ മനസ്സിലായോ? നൗ ഈ ലേബർ എന്റെ അടുത്ത് പറയാണ് ഇത് പോരാ, എനിക്ക് 50 രൂപ തരണം, എന്റെ വർക്കിന് അത്രയും വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്റെ പ്രോഫിറ്റ് എത്രയാവും? 10 രൂപയാവില്ലേ? അല്ലേ? അപ്പൊ എത്രത്തോളം ഞാൻ ലേബറിന് കൊടുക്കുന്ന വില കുറക്കുന്നോ അത്രത്തോളം എനിക്ക് എന്ത് കൂടും? പ്രോഫിറ്റ് കൂടും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഹാവ്സ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന എങ്ങനെയാണ്? ഹാവ് നോട്ട്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ്. ഇതിന്റെ മോഡേൺ ഡേ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ IT കമ്പനീസിൽ വർക്ക് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലേ? ആരുമില്ല. ഓക്കെ, നൗ ഇന്ത്യയിലുള്ള IT കമ്പനീസ്, ഓക്കെ, ഇവരെല്ലാവരും ശരിക്കും ഔട്ട്സോഴ്സ്ഡ് ആയിട്ടുള്ള വർക്ക് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. കൺസൾട്ടൻസി ഫേംസ് നമ്മൾ പറയും, അല്ലാതെ പ്രൊഡക്റ്റ് കമ്പനീസ് അല്ല. പ്രൊഡക്റ്റ് കമ്പനീസ് എന്ന് പറയുന്നത് ഇപ്പൊ ഫേസ്ബുക്ക്, മെറ്റ, ഇപ്പം മെറ്റ ആണല്ലോ. മെറ്റ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഒരു പ്രൊഡ്യൂസ് ഉണ്ട്, അല്ലെ? ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്. അവർ അതിനകത്തുനിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്, ആഡ്സ് അങ്ങനെയൊക്കെ ആയിട്ട്. എന്നാൽ ഇന്ത്യയിലെ TCS അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ? ഇല്ല. TCS എന്താ ചെയ്യുന്നത്? US-ലുള്ള കമ്പനീസോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലുള്ള കമ്പനീസിന് അവർക്കൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം.
ആ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ടാസ്കിന്റെ ഒന്നിക്കൽ മുഴുവനായിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു പോർഷൻ ആയിട്ടോ TCS എന്ത് ചെയ്യും, ഏറ്റെടുക്കും. TCSന്റെ വർക്കേഴ്സ് ചെയ്യാൻ പോകുന്നത് അവർ പറഞ്ഞിരിക്കുന്ന പ്രൊഡക്റ്റ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ആ പ്രൊഡക്റ്റ് ആരതല്ല, TCSന്റെ അല്ല. യു ആർ ജസ്റ്റ് ഹെൽപ്പിംഗ് ദം ടു ബിൽഡ് ദാറ്റ് പ്രൊഡക്റ്റ്. ഓക്കെ, ഇതില് ഒരു മോഡൽ ഓഫ് പേയ്മെന്റ് ദാറ്റ് ദ TCS റിസീവ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടല്ലോ, ഇപ്പൊ സപ്പോസ് വി നീഡ് ടു കംപ്ലീറ്റ് എ പെർട്ടിക്കുലർ ഡെവലപ്മെന്റ് ഓഫ് എ സോഫ്റ്റ്വെയർ. ഓക്കെ, അതിന് സപ്പോസ് ഒരു 20ഓളം സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഓവർ എ പീരിയഡ് ഓഫ് 2 years വർക്ക് ചെയ്യണം എന്നാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ പറയും നമ്മൾ ബില്ലിംഗ് നടത്തും. എന്തിനുള്ള ബില്ലിംഗ് ആണ് നടത്താൻ പോകുന്നത്? നമ്മളുടെ 20ഓളം വരുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ നിങ്ങളുടെ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വിട്ടുതരികയാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ പെർ അവർ ബില്ലിംഗ് നടത്തണം. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ കേട്ടെടുത്തോളം ഏറ്റവും ഫ്രഷർ ആയിട്ടുള്ള ഒരാൾക്ക് പോലും പെർ അവർ ബില്ലിംഗ് വരുന്നത് അറൌണ്ട് $20 to $25 ആണ്. പെർ അവർ ആണ് ബില്ലിംഗ്. മീനിങ് ഒരു ദിവസം അറൌണ്ട് ഒരു $200 ആണ് ബില്ല് ചെയ്യുക കമ്പനി. മീനിങ് ഒരു മന്തിൽ സപ്പോസ് 20 വർക്കിംഗ് ഡേയ്സ് ഉള്ളൂ എന്ന് വിചാരിക്കാം. ദേ വിൽ ഗെറ്റ് അറൌണ്ട് $4,000 അല്ലെ? ഈ $4,000 ഇന്നത്തെ സ്റ്റാൻഡേർഡ്സിൽ ഇന്ത്യൻ റുപ്പിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് കംസ് അറൌണ്ട് 3,25,000 or 3,30,000 rupees. ഇതൊരു മാസമാണ്. ഇതായിരിക്കും ഈ 3,30,000 ആയിരിക്കും അവരുടെ CTC, മീനിങ് ആനുവൽ സാലറി. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ശരിക്കും നടക്കുന്നത്? സർപ്ലസ് അല്ലേ ഓഫ് ലേബർ. ആ പാവം കഷ്ടപ്പെട്ട് കമ്പനിക്ക് $4,000 ഉണ്ടാക്കുമ്പം ഒരു മാസം ആ കമ്പനി ഒരു കൊല്ലത്തേക്ക് ആ പുള്ളിക്ക് എത്ര കൊടുക്കുന്നുള്ളൂ, ഓർ പുള്ളിക്കാരിക്ക് എത്ര കൊടുക്കുന്നുള്ളൂ? ഈ $4,000 കൊടുക്കുന്നുള്ളൂ. ബാക്കി 11 മാസം അവരുടെ വർക്കിന് വേണ്ടി കിട്ടുന്ന എമൗണ്ട് ആയിരിക്കാണ്? കമ്പനിക്കല്ലേ. ഇങ്ങനെയല്ലേ ഇന്ത്യയിലെ IT ഫേംസ് ഒക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഇതല്ലേ മാർക്സ് പറഞ്ഞിരിക്കുന്ന പ്രോഫിറ്റ് ജനറേഷൻ മെത്തേഡ്. ഐഡിയ മനസ്സിലായോ? ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അപ്പം നമുക്ക് തിരിച്ച് മാർക്സിന്റെ പെർസ്പെക്റ്റീവിലേക്ക് കിടക്കാം. അപ്പൊ മാർക്സ് പറയാണ് ഹാവ്സും ഹാവ് നോട്ട്സും ഉണ്ട്. ഹാവ്സ് ഹാവ് നോട്ട്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് വഴിയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. സൂപ്പർ സ്ട്രക്ചറിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ നിലകൊള്ളുന്നത്? ഹാവ്സിനെ സപ്പോർട്ട് ചെയ്യാനും ഹാവ്സിന് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനാണ്. റൈറ്റ്? നൗ റിലീജിയനിലേക്ക് നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നു. എങ്ങനെയാണ് റിലീജിയൻ ഈ ഒരു മാർക്സ് പറഞ്ഞ ഫംഗ്ഷൻ ചെയ്യുന്നത്? ഇൻ ഓർഡർ ഫോർ ദ ഹാവ്സ് ടു എക്സ്പ്ലോയിറ്റ് ദ ഹാവ് നോട്ട്സ്, അവർക്ക് ഒരു കാര്യം നിർബന്ധമാണ്. ഹാവ് നോട്ട്സിന് എന്ത് ചെയ്യാൻ പാടില്ല? ഇത് ഒരിക്കലും മനസ്സിലാവാൻ പാടില്ല. ഇപ്പൊ ഹാവ് നോട്ട്സിന് മനസ്സിലാവുകയാണ് ഇവർ എന്നെ ചൂഷണം ചെയ്തിട്ടാണ് ജീവിക്കുന്നത്, എന്റെ അധ്വാനത്തിന്റെ എല്ലാവിധ ബെനിഫിറ്റും ക്യാപിറ്റലിസ്റ്റുകൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കൈൻഡ് ഓഫ് ഒരു ആ ഒരു കോൺഷ്യസ്നെസ് അവരിൽ വന്നാൽ എന്ത് സംഭവിക്കും? ഹാവ് നോട്ട്സ് എല്ലാവരും കൂടി എന്ത് ചെയ്യും? അല്ലെ, ഒരുമിച്ച് കൂടി അവിടെ ഒരു റെവല്യൂഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കണ്ടേ? അപ്പം റിലീജിയൻ ക്യാപിറ്റലിസ്റ്റുകളെ ഹെൽപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്നറിയോ? ഈ ഒരു കൈൻഡ് ഓഫ് കോൺഷ്യസ്നെസ് ആരിലേക്ക് ജനറേറ്റ് ആവുന്നില്ല? ഹാവ് നോട്ട്സിലേക്ക് ജനറേറ്റ് ആവാതെയാണ്. എങ്ങനെയാണ് ജനറേറ്റ് ആവാതിരിക്കുന്നത്? റിലീജിയൻ പറയാണ് ദൈവം ദുഷ്ടനെ പന പോലെ വളർത്തും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ക്യാപിറ്റലിസ്റ്റ് പന പോലെ വളരുന്നുണ്ട്. അപ്പൊ നമ്മളെ ഉള്ളിൽ എന്താണ് തോന്നുന്നത്? ഇത് പണിയാണ്, കാരണം ദുഷ്ടനാകുമ്പം ദൈവം അങ്ങനെ ചെയ്യും. നമ്മൾ അനുഭവിക്കുന്ന സഫറിങ്ങിനോ? നമ്മൾ സഫറിങ് എന്തായാലും അനുഭവിക്കുമല്ലോ, കാരണം ഇവർ നമുക്ക് വളരെ തുച്ഛമായ പൈസ തരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ അതുകൊണ്ട് ഒരു സുഖകരമായ ജീവിതം നയിക്കാൻ പറ്റില്ല, കുറെ കഷ്ടപ്പാടുണ്ടാവും. അപ്പം നമ്മൾ എന്ത് വിചാരിക്കുന്നു? കഷ്ടപ്പാടൊക്കെ വരുമ്പം അപ്പോഴാണ് അടുത്തതായിട്ട് ഓൾമോസ്റ്റ് എല്ലാ റിലീജിയനും പറയുന്നു ദൈവം എപ്പോഴും കഷ്ടപ്പെടുന്നവരുടെ കൂടെയാണ്. ഈ കഷ്ടപ്പാട് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരീക്ഷണമാണ്. അപ്പൊ നമ്മൾ എന്താ ആലോചിക്കുന്നത്? ഓക്കെ, നമ്മൾ കഷ്ടപ്പെടുമ്പം ദൈവത്തിന് നമ്മൾ ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെടുന്നു. ഇനി കഷ്ടപ്പാട് നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് സങ്കടം, അയ്യോ ദൈവത്തിന്റെ ഇഷ്ടം പോയോ, ഇപ്പം കഷ്ടപ്പാടൊന്നും ഇല്ലല്ലോ, അല്ലേ? ഇത് പറയുന്നുണ്ടായിരുന്നു, മാർക്സ് പറയുന്ന ഒരു ഐഡിയ ആണ് ദാറ്റ്, അല്ല റിലീജിയൻ പറയുന്ന ഒരു ഐഡിയ ആണ്, എനിക്ക് തോന്നുന്നു ബൈബിളിലാണെന്ന് തോന്നുന്നു, എല്ലാ റിലീജിയനിലും ഉണ്ട് കേട്ടോ, അങ്ങനെ ഒരു റിലീജിയൻ മാത്രമൊന്നുമല്ല. അതായത് ഒരു ധനികനായ വ്യക്തിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് ഒരു ഒട്ടകത്തെ നമ്മള് നീഡിലില്ലേ, സ്റ്റിച്ചിങ് നീഡിൽ, അതിന്റെ ഹോളില്ലേ നമ്മൾ നൂലിടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന, അതിനകത്ത് കൂടി ഒരു ഒട്ടകത്തെ കടത്തുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഒരു ധനികനായ വ്യക്തിക്ക് സ്വർഗത്തിലേക്ക് പോവാ. മീനിങ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ പേഴ്സൺ ഹു ഇസ് ഫിനാൻഷ്യലി സക്സസ്ഫുൾ ടു ഗോ ടു ഹെവൻ. അപ്പൊ ഇത് ആർക്കും ഒരു സമാധാനമാണ്, കണ്ടോ നിങ്ങൾ ഇവിടുന്ന് സൂചിച്ചോ, പക്ഷെ സ്വർഗത്തിൽ എത്താൻ പോകുന്ന ആരാണ്?
കഷ്ടപ്പെടുന്ന നമ്മളാണ് അല്ലേ? ഇതൊക്കെ കാരണം യഥാർത്ഥത്തിൽ ഇവർ അനുഭവിക്കുന്ന എക്സ്പ്ലോയിറ്റേഷൻ മനസ്സിലാവാതെ തെറ്റായ കുറെ ധാരണകൾ വെച്ചിട്ട് ആൾക്കാർ മുന്നോട്ട് പോവില്ലേ? അങ്ങനെയുള്ള തെറ്റായ ധാരണകൾ ആൾക്കാരിൽ വന്നു കഴിഞ്ഞാൽ അവർ ഈ ഹാവ്സിനെതിരെ പോരാടാൻ നിൽക്കുവോ? റെവല്യൂഷൻ ഉണ്ടാവോ? ഇതുവഴി ശരിക്കും ആരെയാണ് സംഭവം ബെനിഫിറ്റ് ചെയ്യുന്നത്? ക്യാപിറ്റലിസ്റ്റുകളെ. അതുകൊണ്ട് മാർക്സ് പറയാണ് റിലീജിയൻ എന്ന് പറയുന്നത് ഇസ് എൻ ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് ഡിവൈസ് ക്രിയേറ്റഡ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ് ടു എൻഷുർ ദാറ്റ് ദ വർക്കിംഗ് ക്ലാസ് ഡസ് നോട്ട് റിവോൾട്ട് അഗെയിൻസ്റ്റ് ദം. അതെങ്ങനെയാ ചെയ്യുന്നത്? ബൈ സ്പ്രെഡിങ് ഫോൾസ് കോൺഷ്യസ്നസ്. എന്താണ് ഈ ഫോൾസ് കോൺഷ്യസ്നസ് ഉദ്ദേശിക്കുന്നത്? തെറ്റായ ധാരണകൾ അല്ലെ? ശരിക്കും റൈറ്റ് കോൺഷ്യസ്നസ് എന്താണ്? നമ്മളുടെ കഷ്ടപ്പാടിന് കാരണം ക്യാപിറ്റലിസ്റ്റുകളാണ്. പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഫോൾസ് ആയിട്ടുള്ള കുറെ അധികം ഐഡിയാസ് അവരുടെ തലയിൽ ഇടുകയും അതുവഴി അവർ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്യാനോ അതിനെതിരെ റിവോൾട്ട് ചെയ്യാനോ പോവാത്ത ഒരു സിറ്റുവേഷൻ ആര് ക്രിയേറ്റ് ചെയ്യുന്നു? ക്യാപിറ്റലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? ഇതാണ് നമ്മളുടെ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്. അവരിനി ഫാമിലിന് എടുക്കട്ടെ, പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് എടുക്കട്ടെ, വേറെ എന്തിനാ നിങ്ങൾ എടുത്താലും അവർക്ക് എല്ലാത്തിനും കുറിച്ച് പറയാനുള്ള ഒരേ ഒരു അഭിപ്രായം ഇത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് വളരെ എളുപ്പമാണ്. ഒന്നുമില്ല, ഇപ്പൊ റിലീജിയന്റെ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് നമ്മളിപ്പം പറഞ്ഞതാണ്. ഇതാണ് റിലീജിയന്റെ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്. ഇനി സപ്പോസ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ കുറിച്ച്, സ്റ്റേറ്റിനെ കുറിച്ച് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് അപ്പൊ എന്താ പറയാ? എന്തായിരിക്കും പറയാം? നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ. എന്തായിരിക്കും? സ്റ്റേറ്റ് ആർക്ക് വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നത്? ക്യാപിറ്റലിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. ക്യാപിറ്റലിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസ് ആണ് ആര് പെർഫോം ചെയ്യുന്നത്? സ്റ്റേറ്റ് പെർഫോം ചെയ്യുന്നത്. അതെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്? അതിലാണ് ഇങ്ങനെയുള്ള കാര്യത്തിൽ ചെറിയ വ്യത്യാസം വരുള്ളൂ. നേരത്തെ പറഞ്ഞപ്പോൾ ഫോൾസ് കോൺഷ്യസ്നസ് ആണ്, ഇവിടെയും ഫോൾസ് കോൺഷ്യസ്നസ്, പക്ഷെ ഇൻ എ ഡിഫറെന്റ് വേ. നമ്മൾ ഇപ്പോഴത്തെ മോഡേൺ സ്റ്റേറ്റ് ഒക്കെ പറയുന്നത് എന്താണ്? വെൽഫെയർ സ്റ്റേറ്റുകളാണ് അല്ലെ? സ്റ്റേറ്റ് ഏറ്റവും കൂടുതൽ സേവനങ്ങൾ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് അല്ലെ? സ്റ്റേറ്റ് തന്നെ ഇപ്പം പറയുന്നത് എന്താണ്? ഒരു മോഡേൺ ഡേ റോബിൻഹുഡ് ആണ് സ്റ്റേറ്റ്. എങ്ങനെയാണ് അങ്ങനെ വരുന്നത്? പൈസ ഉള്ള ആൾക്കാർക്ക് നിന്ന് മാക്സിമം ടാക്സ് എടുക്കുന്നു, എന്നിട്ട് ആ ടാക്സിനെ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് പാവങ്ങൾക്ക് വേണ്ടി ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ ഹെൽത്ത് അല്ലെ, ഫ്രീ ഫുഡ്, ഇങ്ങനെയുള്ള പല രീതിയിൽ സ്റ്റേറ്റ് സ്പെൻഡ് ചെയ്യുന്നു. മീനിങ് സ്റ്റേറ്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ എന്താണ്? വെൽഫെയർ ആണ്, ത്രൂ ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ. പൈസ ഉള്ളവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് അത് പാവപ്പെട്ടവർക്കും കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ. ഇത് നമ്മളുടെ DPSP എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ കോൺസ്റ്റിറ്റ്യൂഷനിൽ, അതിനകത്തൊക്കെ ഉണ്ട് ഈ ഐറ്റം. ഓക്കെ, ഈ സ്റ്റേറ്റ് ഇങ്ങനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷെ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് പറയുന്നത് നമ്മൾ ശരിക്കും പരിശോധിച്ചാൽ ഇതെന്താണ്? ഇത് ജസ്റ്റ് അവരൊരു പറ്റിക്കലാണ്, ഒരു മറയാണ്. ഇന്റേണലി ശരിക്കും സ്റ്റേറ്റ് ആർക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്? ക്യാപിറ്റലിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. ഈ വെൽഫെയർ എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നില്ല? മനസ്സറിഞ്ഞ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പറ്റിക്കാൻ വേണ്ടി, കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കുറെ അത് ഇതൊക്കെ ചെയ്യുന്നു അല്ലെ? ഇതുവഴി ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ സ്റ്റേറ്റ് അവരുടെ യഥാർത്ഥ കറണ്ട് സിറ്റുവേഷൻ എന്താണോ ആ സിറ്റുവേഷനിൽ തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയല്ലേ? സ്റ്റേറ്റ് കപ്പാസിറ്റി ബിൽഡിംഗ് ആണോ നടത്തുന്നത്? അല്ല. കുറച്ച് പാവപ്പെട്ട ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു? അവരുടെ കഷ്ടപ്പാടിന് റേഷൻ കൊടുക്കുന്നു അല്ലെ, കുറച്ചെന്തെങ്കിലും ബെനിഫിറ്റ്സ് കൊടുക്കുന്നു. ഇതിനെ കൊണ്ട് അവരുടെ ജീവിത നിലവാരോ അവരുടെ മൊത്തത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡ്സോ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? കാര്യമായി ഇൻക്രീസ് ചെയ്യുന്നില്ല അല്ലെ? ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാരെ സ്റ്റേറ്റ് ഇതേപോലെ നിലനിർത്തി കൊണ്ടുപോകുന്നത് വഴി ശരിക്കും സ്റ്റേറ്റ് എന്താണ് ചെയ്യുന്നത്? ക്യാപിറ്റലിസ്റ്റുകൾക്ക് വളരെ ചീപ്പായി വർക്ക് ചെയ്യാനുള്ള ഒരു വർക്ക് ഫോഴ്സിന് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ്? ഇവരുടെ അവസ്ഥ ബെറ്റർ ആയാൽ എന്ത് സംഭവിക്കാം? ഒന്ന്, അവർ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാം ക്യാപിറ്റലിസ്റ്റുകളുടെ അടുത്ത്. രണ്ടാമത്തത്, ക്യാപിറ്റലിസ്റ്റുകൾ ഉദ്ദേശിക്കുന്ന പോലെ ചെറിയ പൈസക്കാരെ കിട്ടണമെന്നില്ല, വർക്കേഴ്സിനെ കിട്ടണമെന്നില്ല. അപ്പം ഒരു ക്ലാസ് ഓഫ് ആൾക്കാരെ അതേ ലെവലിൽ കണ്ടിന്യൂ ചെയ്യുന്നത് വഴി സ്റ്റേറ്റ് ആർക്ക് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ചെയ്യാണ്? ക്യാപിറ്റലിസ്റ്റുകൾക്കുള്ള ഫംഗ്ഷൻ ചെയ്യാണ്. അതുകൊണ്ടാണ് മാർക്സിസ്റ്റ് സ്കൂൾ പറയുന്നത് എപ്പോഴെങ്കിലും ക്യാപിറ്റലിസ്റ്റുകളുടെ ഇൻട്രസ്റ്റ് വേഴ്സസ് പാവപ്പെട്ടവരുടെ ഇൻട്രസ്റ്റ് എന്നുള്ള ഒരു രീതിയിലുള്ള കാര്യം സ്റ്റേറ്റിന്റെ മുമ്പിൽ വന്നാൽ സ്റ്റേറ്റ് ഡെഫിനറ്റ്ലി ആരുടെ കൂടെ നിൽക്കുള്ളൂ? ക്യാപിറ്റലിസ്റ്റുകളുടെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ. സ്റ്റേറ്റ്
ഈ പറയുന്ന പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ കൊട്ടിഘോഷിച്ച് പറയുമ്പം, എന്നാൽ അതിനേക്കാളും കൂടുതൽ എമൗണ്ട് ചിലപ്പോൾ സ്റ്റേറ്റ് ആർക്ക് വേണ്ടി ബെനിഫിറ്റ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ടാവും? ക്യാപിറ്റലിസ്റ്റുകൾക്ക് ബെനിഫിറ്റ് ആയി കൊടുക്കുന്നുണ്ടാവും ഇൻ ദ ഫോം ഓഫ് ടാക്സ് കട്ട്സ്. അല്ലേ? ഇത് സ്റ്റേറ്റ് ആരെങ്കിലും കൊട്ടിഘോഷിക്കുന്നുണ്ടോ? ഇല്ല. ഈ വഴി സ്റ്റേറ്റും ആരുടെ ഇൻട്രസ്റ്റ് ആണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ക്യാപിറ്റലിസ്റ്റുകളുടെ ഇൻട്രസ്റ്റ്. അവിടെയും അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫോൾസ് കോൺഷ്യസ്നെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് സ്റ്റേറ്റ് ആർക്ക് വേണ്ടിയിട്ടാണ്? പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അല്ല എന്നാണ് ആര് പറയുന്നത്? അത്രേ ഉള്ളൂ. കാര്യം മനസ്സിലായില്ലേ? മാർക്സ് എല്ലാത്തിനെയും കുറിച്ച് എങ്ങനെയാണ് വ്യൂ ചെയ്യാന്നുള്ളത് സെറ്റാണല്ലോ. ഓക്കെ അല്ലേ? അതെ, ഫാമിലിനെ പറയാൻ പറ്റും. ഫാമിലി നമ്മളെ ക്ലാസ്സിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എംഗൽസ് പറഞ്ഞ കാര്യം ഓർക്കുന്നില്ലേ? അല്ലെ? എംഗൽസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ക്യാപിറ്റലിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഫാമിലി. അത് 3 രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ രീതി എന്താണ്? എംഗൽസ് പറഞ്ഞൊരു വ്യൂ ഉണ്ട്. പഴയ കാലങ്ങളിൽ, നമ്മൾ എംഗൽസിലേക്ക് വരും, പഴയ കാലങ്ങളിൽ ആ പേര് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലല്ലേ? അത് നമ്മൾ അടുത്ത് ഉപയോഗിക്കും. ഓക്കെ, മാർക്സിന്റെ വളരെ അടുത്തൊരു സുഹൃത്താണ് എംഗൽസ്. ഓക്കെ, മാർക്സിന്റെ സ്കൂൾ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് സ്കൂൾ പറയുന്നത്, ഈ പറയുന്ന ഫാമിലി എന്ന് പറയുന്നത് പണ്ടേ കാലം നമ്മൾ സെക്ഷൽ പ്രൊമസ്ക്യൂറ്റിയിൽ നിൽക്കുന്നു, അവിടുന്ന് ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി വരുന്നു. വി ഓൾസോ ഗോട്ട് അവെയർ ഓഫ് ദ ഫാക്ട് ദാറ്റ് മെയിൽ ആർ ഓൾസോ ഇൻവോൾവ് ഇൻ ദ റിപ്രൊഡക്ഷൻ. ഇങ്ങനെ വന്നപ്പം പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉള്ള മെയിലിന് അവരുടെ സ്വത്ത് അടുത്ത ജനറേഷനിലേക്ക് കൈമാറണം എന്നുള്ള ആഗ്രഹം വരുന്നു. ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞല്ലേ? നിങ്ങൾ മുഖം കാണുമ്പം ഇല്ലേ? അയ്യോ സോറി, കൺഫ്യൂഷൻ ആയതാ. അപ്പോ നമുക്ക് ഫാമിലിന്റെ മാർക്സിസ്റ്റ് ആംഗിളും കൂടി പറയാം, സോ ദാറ്റ് യു വിൽ ഗെറ്റ് മോർ ക്ലാരിറ്റി. ഇപ്പൊ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് അവിടെ നിൽക്കട്ടെ, മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിൽ തന്നെ നമുക്ക് ഇതേ റൂട്ടിൽ അങ്ങ് പിടിക്കാം. ഫെഡറിക് എംഗൽസ് എന്ന് പറയുന്നത് കാൾ മാർക്സിന്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്. ഇൻ ദ സെൻസ്, ശരിക്കും പറയുകയാണെങ്കിൽ കാൾ മാർക്സ് ഏത് രാജ്യക്കാരനാണെന്നറിയോ? ജർമ്മൻ ആണ്. പക്ഷെ പുള്ളി മരിക്കുമ്പം ഏത് നാട്ടുകാരനാണ്? ശരിക്കും പറഞ്ഞാൽ പുള്ളി മരിക്കുന്നത് ഇംഗ്ലണ്ടിൽ നിന്നാണെങ്കിലും പുള്ളി മരിക്കുമ്പോൾ ഒരു സ്റ്റേറ്റ്ലെസ് പേഴ്സൺ ആയിട്ടാണ് പുള്ളി മരിക്കുന്നത്. ആരും പുള്ളിക്ക് എന്ത് കൊടുത്തില്ല? സിറ്റിസൺഷിപ്പ് കൊടുത്തില്ല. പുള്ളിയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, അത് വേറെ കാര്യം, പക്ഷെ കൊടുത്തില്ല. എന്താണ് പുള്ളിയുടെ കയ്യിലിരിപ്പ്? പുള്ളി എല്ലാവരും എഴുതി വെറുപ്പിക്കും. ഓക്കെ, പുള്ളി ഒരേ എഴുത്താണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, പുള്ളി ജർമ്മനിയിൽ ലോ പഠിക്കാൻ പോകുന്നു. അവിടുന്നാണ് പുള്ളി ഹെഗൽ എന്ന് പറയുന്ന ഫിലോസഫറിന്റെ ഹെഗലിയൻ ക്ലബിന്റെ ഭാഗമാവുന്നു, യങ് ഹെഗലിയൻ ക്ലബിന്റെ ഭാഗമാവുന്നു. ഫിലോസഫിന്റെ അടുത്തൊരു താല്പര്യം വരുന്നു. അങ്ങനെ പുള്ളി ഫിലോസഫിയിലേക്ക് മാറുന്നു. അങ്ങനെ പുള്ളി ഭാഗമായ ഈ യങ് ഹെഗലിയൻ ക്ലബും ഹെഗലിനെ തന്നെ പുള്ളി വിമർശിക്കുന്നു, പുള്ളിയുടെ തിയറീനെ തലമറിച്ചിടുന്നു. അങ്ങനെ പിന്നെ പുള്ളി പത്രത്തിൽ കയറുന്നു, എഴുതാൻ തുടങ്ങുന്നു. പുള്ളിയുടെ എഴുത്ത് സഹിക്കാൻ വയ്യാതെ അവിടുന്ന് പിടിച്ച് പുറത്താക്കി. പിന്നെ പുള്ളി കുറെ കാലം കറങ്ങി നടന്നു. എനിക്ക് തോന്നുന്നു പാരീസിൽ കുറച്ചുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ഇവൻ ബെൽജിയം കുറച്ചു കാലം ഉണ്ടായിരുന്നു ബ്രീഫായിട്ട്. അങ്ങനെ അവസാനം പുള്ളിയുടെ ഈ എഴുത്തിലും പുള്ളിയുടെ കാര്യങ്ങളിലൊക്കെ വളരെയധികം അട്രാക്റ്റഡ് ആയിട്ടുള്ള പുള്ളിയുടെ ഒരു ഫാനും പുള്ളിയുടെ പിന്നീട് വലിയൊരു സുഹൃത്തായി മാറിയ ആളാണ് ഫെഡറിക് എംഗൽസ്. എംഗൽസ് എന്ത് ചെയ്യുന്നു? മാർക്സിനെ ഇംഗ്ലണ്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഈ എംഗൽസിന്റെ ഫാദറിന് മാഞ്ചസ്റ്ററിൽ ഒരു ഇൻഡസ്ട്രി ഒക്കെ ഉണ്ട്, ഫാക്ടറി ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എംഗൽസ് അത്യാവശ്യം ഫിനാൻഷ്യലി സെറ്റാണ്. അങ്ങനെ പുള്ളി മാർക്സിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയും പിന്നെ ഇവർ രണ്ടുപേരും കൂടിയാണ് കുറെ കാര്യങ്ങൾ എഴുതുന്നത്. ഇപ്പം പുള്ളിയുടെ മെയിൻ ആയിട്ടുള്ള വർക്ക്സ്, ഇപ്പം ദാസ് ക്യാപിറ്റൽ എടുത്തു കഴിഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എടുത്തു കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് ആരെ കാണാൻ പറ്റും? ഫെഡറിക് എംഗൽസിനെ ഒരു കോ ഓതർ പോലെ കാണാൻ പറ്റും. എംഗൽസ് നല്ല കഴിവുള്ള മനുഷ്യനാണ്. പുള്ളിക്ക് അങ്ങനെ സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് വെറുതെ പേര് എഴുതി ചേർത്തതല്ല. പുള്ളിക്കും ഭീകരമായ ഇങ്ങനത്തെ തോട്ട്സ് ഉണ്ടായിരുന്നു. നൗ ഈ എംഗൽസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഫാമിലിനെ ഒരു മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിലൂടെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇപ്പൊ എംഗൽസ് പറയുന്ന ഒരു കാര്യം, നമ്മളുടെ സമൂഹം പണ്ട് പ്രിമിറ്റീവ് സ്റ്റേജിലാണ്. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിമിറ്റീവ് കമ്മ്യൂണിസം. ഈ പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറയുന്ന സ്റ്റേജ് എന്താണെന്ന് അറിയോ? ഇവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു സാധനമില്ല. ഇവിടെ എല്ലാവർക്കും എല്ലാം ആക്സസിബിൾ ആണ്, എല്ലാം എല്ലാവരുടേതാണ്. എന്റേത് നിന്റേത് എന്നൊക്കെ പറഞ്ഞുള്ള കോൺസെപ്റ്റ് ഇല്ല. ഓക്കെ, ഇങ്ങനെയുള്ളൊരു സമൂഹം കൂടുതലും ഹണ്ടിങ് ഗ്യാതറിങ് ബാൻഡ്സ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. മീനിങ് നമ്മൾ അങ്ങനെ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് സെറ്റിൽ ഡൗൺ ചെയ്യാതെ ഹണ്ടിങ് ഗ്യാതറിങ് ബാൻഡ്സ് ആയി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമില് ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളുടെ സമൂഹത്തിൽ ഇല്ല എന്നാണ് എംഗൽസ് പറയുന്നത്. ഈ വ്യൂ പോയിന്റ് അങ്ങനെ വേൾഡ് വൈഡ് ആക്സെപ്റ്റഡ് വ്യൂ പോയിന്റ് അല്ല.
എല്ലാ വ്യൂ പോയിന്റ്സിനുള്ള പോലെ ഒരുപാട് ക്രിറ്റിസിസംസ് ഉണ്ട്. ബട്ട് എങ്കിൽ സെഡ് ദാറ്റ് family as an institution was non-existent during primitive communism. Instead, അവിടെ ഉണ്ടായിരുന്ന ഒരു രീതിയാണ് സെക്ഷുവൽ പ്രോമിസ്ക്യൂറ്റി. Now, സെക്ഷുവൽ പ്രോമിസ്ക്യൂറ്റി എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സ്ക്ലൂസീവ് സെക്ഷുവൽ പാർട്ട്ണർ ഉണ്ടാവില്ല ആസ് ഇൻ കേസ് ഓഫ് മാരേജ്. അല്ലെ, മാരേജിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്? വി ആർ ഗെറ്റിംഗ് എ എക്സ്ക്ലൂസീവ് സെക്ഷുവൽ പാർട്ട്ണർ. അല്ലെ, ആ മാരേജിന്റെ അകത്ത് മാത്രമേ സെക്ഷുവൽ റിലേഷൻ ഉള്ളൂ. ആ മാരീഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? സെക്ഷുവൽ റിലേഷൻഷിപ്പ് ഉള്ളൂ. അവിടെ ഒരു എക്സ്ക്ലൂസീവ് സെക്ഷുവൽ റിലേഷൻ അല്ലേ? എന്നാൽ സെക്ഷുവൽ പ്രോമിസ്ക്യൂറ്റിയിൽ വരുന്ന സമയത്ത് ഇത് കൈൻഡ് ഓഫ് ഇന്ന് നമ്മൾ ഈ ഓപ്പൺ റിലേഷൻ എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലുള്ള ഒരു സെറ്റപ്പ് ആണ്. വേർ വി ഡു നോട്ട് ഹാവ് എനി എക്സ്ക്ലൂസീവ് സെക്ഷുവൽ പാർട്ട്ണർ. മറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആര് വേണമെങ്കിലും ആയിട്ടും സെക്ഷുവൽ റിലേഷൻഷിപ്പ് ആവാം ബേസ്ഡ് ഓൺ ദ കൺസെന്റ്. അത്രേ ഉള്ളൂ. അങ്ങനെ എന്താ പറയണ്ടേ, ഈ പേഴ്സണായിട്ട് ഞാൻ മാത്രമേ സെക്ഷുവൽ റിലേഷൻഷിപ്പ് പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ആർക്കും ആരുമായിട്ട് ആവാം. നമ്മളത് കൈനിട്ടതാണ്. അപ്പൊ കാരണം അത് നിർബന്ധമാണല്ലോ. അന്നത്തെ കാലത്ത് ഇന്ന് നമ്മൾ കാണുന്നതിനേക്കാളും കൂടുതൽ ഇഗാലിറ്റേറിയൻ ആണ് സൊസൈറ്റി. അതുകൊണ്ട് നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എന്നാലും ആ ചോദ്യം ചോദിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അന്നേ കൺസെന്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ജനറലി ഒരു കൺസെന്റ് വേണം. ഓക്കെ, അപ്പൊ എംഗൽസ് പറയാണ്, നമ്മൾ എവിടെയായിരുന്നു നിർത്തിയത്? ഓക്കെ, എംഗൽസ് ശരിക്കും പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. മെയിൽ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാർ, ഫീമെയിൽ എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡിൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാർ. അന്ന് അങ്ങനെയായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട റീസൺ എംഗൽസ് പറയുന്നത്, ആസ് ഫീമെയിൽ വാസ് ബയോളജിക്കലി കേപ്പബിൾ ഓഫ് ഗിവിംഗ് ബർത്ത് ആസ് വെൽ ആസ് ബയോളജിക്കലി കേപ്പബിൾ ഓഫ് ഫീഡിങ് ചിൽഡ്രൻ. അവരെപ്പോഴും എന്താണ്? കുട്ടികളെയും സംരക്ഷിച്ച് ആ രീതിയിൽ വീടുമായി ചുറ്റിപ്പറ്റിയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ചെയ്യുക. സം കൈൻഡ് ഓഫ് ഈ ഗ്യാതറിംഗ് ഒക്കെ അവർ ചെയ്യും. ഇപ്പൊ വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരെ പോവാത്ത ഗ്യാതറിംഗ് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ചെയ്യും. ബിക്കോസ് അവർക്ക് വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരം എന്ത് ചെയ്യാൻ പറ്റില്ല, പോകാൻ പറ്റില്ല, ബിക്കോസ് കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട്. എന്നാൽ മെയിലോ, അവർക്ക് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്ന സാധനത്തിൽ യാതൊരു കൺട്രോളോ പവറോ ഒന്നുമില്ല. അവർ മൊത്തം ഇൻവോൾവ് ആയിരിക്കുന്ന എവിടെയാണ്? എക്സ്റ്റേണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ലൈക്ക് ഹണ്ടിങ്, ഈ ലംബറിംഗ് എന്നൊക്കെ പറയും, ഈ മരം ഇതാക്കുക, അങ്ങനത്തെ കുറെ വളരെയധികം ഫിസിക്കലി സ്ട്രീനിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് മെയിൽ ഇൻവോൾവ് ആയത്. അവിടെ എംഗൽസ് പറയുന്ന ഒരു കാര്യം, ഈ ഫിസിക്കലി ഭയങ്കര ടോണ്ടിങ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാൻ കുറച്ചും കൂടി ബയോളജിക്കലി കേപ്പബിൾ ആരാണ്? മെയിലാണ്. സോ ആസ് എ റിസൾട്ട് ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ ആണ് പഴയ കാലങ്ങളിൽ പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഡിവിഷൻ ഓഫ് ലേബർ ഇന്ന് നമ്മൾ പറയുന്ന ഡിവിഷൻ ഓഫ് ലേബറുമായിട്ട് വ്യത്യാസമാണ്. കാരണം ആ കാലത്ത് ഹൗസ് ഹോൾഡിലെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന വിമനും പുറത്തെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന മെന്നിനും യാതൊരു രീതിയിലുള്ള സ്റ്റേറ്റസ് ഡിഫറൻസും ഇല്ല. ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ആർ ഈക്വലി ആസ് ഇമ്പോർട്ടന്റ് ആസ് ഔട്ട്സൈഡ് ഓർ എക്സ്റ്റേണൽ ആക്ടിവിറ്റീസ് ലൈക്ക് ഹണ്ടിങ്. ഓക്കെ, ഹൗസ് ഹോൾഡ് മൊത്തം കൺട്രോൾ ചെയ്തത് ആരാണ്? വിമൻ. ഔട്ട്സൈഡ് ആക്ടിവിറ്റീസ് മൊത്തത്തിൽ ആരാണ്? മെയിൽ. ശരിക്കും പറയപ്പെടുന്നത് ഇങ്ങനെയാണ്, ഈ മെയിൽ ഹണ്ട് ചെയ്തിട്ട് അവർക്ക് ക്യാച്ച് കിട്ടിയാൽ ആ ക്യാച്ചുമായിട്ട് അവർക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ വീടുകളിൽ പോവാം. അതിൽ താല്പര്യമുള്ളവർ അവരെ വീട്ടിലേക്ക് കയറ്റുന്നു. അന്ന് അവരവിടെ തങ്ങുന്നു, ഭക്ഷണമൊക്കെ കഴിക്കുന്നു, രാത്രി അവർ ഒരുമിച്ച് സമയം ചെലവിടുന്നു, പിറ്റേത്തെ ദിവസം ആകുമ്പോൾ അവർ പോകുന്നു. ഇങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം. നിങ്ങൾക്ക് ക്യാച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രവേശനമുണ്ട്, ക്യാച്ച് ഇല്ലെങ്കിൽ പ്രവേശനമില്ല. ഓക്കെ, ഏതാണ്ട് ആ രീതിയിൽ. ഇപ്പം പൈസ അതുപോലെയല്ല. ഓക്കെ, അങ്ങനെയല്ലല്ലോ. ഓക്കെ, അന്നത്തെ കാലത്ത് സർവൈവൽ അല്ലേ, ഇന്നത്തെ പോലെ അല്ലല്ലോ. ഇന്ന് റാഷൻ ഇല്ലേ? അപ്പം ആ ഒരു സംഭവമാണ്. ക്ലിയർ ആണോ? അതിന് മനസ്സിലായില്ലേ? നൗ എംഗൽസ് പറയാണ്, ഈ ഒരു സിസ്റ്റം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. എന്ത് മനോഹരമായ സിസ്റ്റം ആണല്ലേ, ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല, കൊല്ലാപ്പും ഇല്ല, സംഭവം ചിൽ. ഇപ്പം എംഗൽസ് പറയാണ്, ഇങ്ങനെ സൊസൈറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഈ പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിൽ നിന്ന് മെല്ലെ അഗ്രികൾച്ചറിലേക്ക് ട്രാൻസിഷൻ ആയി തുടങ്ങി. നമ്മൾ അഗ്രികൾച്ചർ നടത്താൻ പഠിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലായി, ഇങ്ങനെ മൃഗങ്ങളുടെ പുറകെ ഓടി നമ്മളുടെ ജീവിതം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഓടവും ചാടവും ഒന്നും ചെയ്യാതെ കുറച്ച് അഗ്രികൾച്ചർ ഒക്കെ ചെയ്ത് ഫുഡൊക്കെ റേസ് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ പല ഈ പറയുന്ന റിവർ ബാങ്ക്സിന്റെ ഒക്കെ അടുത്ത് പോയി മെല്ലെ മെല്ലെ മനുഷ്യന്മാർ സെറ്റിൽ ചെയ്തു, അഗ്രികൾച്ചർ ചെയ്യാൻ തുടങ്ങുന്നു. ഇങ്ങനെ അഗ്രികൾച്ചർ ചെയ്യാൻ തുടങ്ങിയ ടൈമിലും ആർക്കാണ് ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയായിരുന്നു? ഹൗസ് ഹോൾഡിനും ഔട്ട്സൈഡ് ആക്ടിവിറ്റിക്ക്. പക്ഷേ ഈ അയേൺ ഒക്കെ കണ്ടുപിടിച്ചപ്പോ
ഓക്കെ, നമുക്ക് കുറേയും കൂടി ലാർജർ ഏരിയാസ് ക്ലിയർ ചെയ്ത് അഗ്രികൾച്ചർ നടത്താനുള്ള സ്കോപ്പ് വന്നു. അതുവരെ നമുക്ക് മിനിമൽ ടൂൾസ് ആണ്. അപ്പൊ ഒരു ലാർജർ ഏരിയ ഒന്നും ക്ലിയർ ചെയ്ത് അവിടെ അഗ്രികൾച്ചർ നടത്താനുള്ള കഴിവില്ല. സോ വിത്ത് ഡിസ്കവറി ഓഫ് അയൺ ആൻഡ് അങ്ങനെയുള്ള മെറ്റൽസ് ഒക്കെ വന്നപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടൂൾസ് നമ്മൾ ഡെവലപ്പ് ചെയ്തപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ലാർജ് ഫോറസ്റ്റ് എന്ത് ചെയ്തു? ക്ലിയർ ചെയ്തു. ആൻഡ് വി സ്റ്റാർട്ടഡ് ഗ്രോയിങ് ഫുഡ്. ഇങ്ങനെ നമ്മൾ ഫുഡ് ഗ്രോ ചെയ്ത് വന്നപ്പം നമ്മൾക്ക് കഴിക്കാൻ ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി, അല്ലേ? ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സർപ്ലസ്. അപ്പം ഫുഡ് പ്രൊഡക്ഷൻ ഓർ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ എവിടത്തേക്ക് എത്തി? സർപ്ലസ് ലെവലിലേക്ക് എത്തി. ഇങ്ങനെയുള്ള സർപ്ലസ് പ്രൊഡക്ഷൻ വരുമ്പം അവിടെ എന്ത് വരും? പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരില്ലേ? കാരണം സർപ്ലസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ആരെങ്കിലൊക്കെ ഓൺ ചെയ്യാനുള്ള താല്പര്യം കാണിക്കും. വെറുതെ അങ്ങനെ ഒരു സ്ഥലത്ത് അത് ഇട്ടിരിക്കില്ലല്ലോ. സോ കുറച്ച് ആൾക്കാർ ഈ കൂട്ടത്തിൽ നിന്ന് മെല്ലെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഈ സർപ്ലസിനെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അവർ അവരുടേതായ ലാൻഡ് എന്നൊക്കെ ഉള്ള സിസ്റ്റം കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ അവർ ഒരു കൈൻഡ് ഓഫ് ഹാവ്സ് ആയി മാറാൻ തുടങ്ങി. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിൽ നിന്ന് ഏൻഷ്യന്റ് സൊസൈറ്റിയിലേക്ക് പോയി എന്ന് പറയുന്നത്. ഓക്കെ, പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഏറ്റവും തുടക്കത്തിലുള്ള എന്നാൽ എത്രയും കൂടുതൽ കാലം ഉണ്ടായിരുന്ന ഒരു രീതിയായിരുന്നു മനുഷ്യന്മാർ ജീവിച്ചത്. നൗ ഈ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി വരികയും സർപ്ലസ് വരികയും കുറച്ചൊരു ഹാവ്സ് ഒക്കെ വന്നപ്പോഴത്തേക്ക് അതേ സമയം നമ്മൾക്ക് വേറൊരു കാര്യത്തിലും കൂടി ഒരു അറിവ് കിട്ടി. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫീമെയിലിന്റെ ബോഡിയിൽ നാച്ചുറലായി നടക്കുന്ന ഒരു പ്രോസസ് അല്ല. അതിൽ ആർക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ട്? മെയിലിന് ഇൻവോൾവ്മെന്റ് ഉണ്ട്. ബിക്കോസ് അത്രയും കാലം നമുക്ക് അറിയില്ലായിരുന്നു മെയിലിന് ഈ പ്രോസസ്സിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട്. വി തോട്ട് ദാറ്റ് ഇറ്റ് വാസ് എ നാച്ചുറൽ പ്രോസസ് ഹാപ്പനിങ് ഇൻ എ വിമൻസ് ബോഡി. ഇത് വന്നപ്പോൾ നമ്മൾ ആകെ കഥ മാറി. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, നമ്മൾ ഹാവ്സ് ആണ്, നമുക്ക് റീപ്രൊഡക്ഷനിൽ റോൾ ഉണ്ട്. അപ്പൊ മീനിങ് എന്റെ കുട്ടി എന്നൊക്കെ ഉള്ള ചിന്ത വരാൻ തുടങ്ങിയില്ലേ? അപ്പം എന്റെ കുട്ടി എന്ന് പറയുമ്പം എന്റെ സ്വത്തുക്കൾ എനിക്ക് എന്ത് ചെയ്യണം? എന്റെ കുട്ടികൾക്ക് കൈമാറണ്ടേ? അപ്പൊ അങ്ങനെ കൈമാറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൽ പ്രൊമിസ്ക്യൂറ്റിയിൽ പറ്റുമോ? അവിടെ ഫുള്ള് കൺഫ്യൂഷൻ ആയിരിക്കും. ഇത് ആരുടെ കുട്ടിയാണ്, അല്ലെ? അവിടെ വഴക്ക് വരാം. ചില ആൾക്കാർ ഇത് എന്റെ കുട്ടിയാണ്, അപ്പം പറയില്ല ഇത് എന്റെ കുട്ടിയാണ്. അവിടെ നമുക്കൊന്നും നടത്താൻ പറ്റില്ല. ഇന്നത്തെ പോലെ DNA ടെസ്റ്റിംഗും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ക്യാപിറ്റലിസ്റ്റുകളുടെ ഇൻട്രസ്റ്റിൽ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫാമിലിയാണ് മോണോഗാമസ് ഫാമിലി. എന്താണ് ഈ മോണോഗാമസ് ഫാമിലി എന്ന് പറയുന്നത്? സിംഗിൾ പാർട്ട്ണർ ഉള്ള ഫാമിലി. ഇങ്ങനെയുള്ള ഒരു മോണോഗാമസ് ഫാമിലി കൊണ്ടുവരുന്നത് വഴി ക്യാപിറ്റലിസ്റ്റുകൾക്ക് എന്ത് എൻഷുർ ചെയ്യാം? ഇത് എന്റെ കുട്ടിയാണോ അല്ലയോ എന്നുള്ളത് പ്രോപ്പർലി അഡ്രസ് ചെയ്യാൻ പറ്റും. മീനിങ് അവർക്ക് ആ ലെജിറ്റിമസി ഓഫ് ചൈൽഡ് എന്നുള്ളത് ഒരു ഇഷ്യൂ ആവില്ല. അങ്ങനെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ചിൽഡ്രൻ ഇതുവഴി വന്നാൽ ഇറ്റ് ഈസ് ഈസി ഫോർ ദം ടു ട്രാൻസ്ഫർ ദെയർ പ്രോപ്പർട്ടി ടു ദ നെക്സ്റ്റ് ജനറേഷൻ. ഇങ്ങനെ ചെയ്യുന്നത് വഴി ഇവർക്ക് എന്ത് എൻഷുർ ചെയ്യാം? ഇവരുടെ ആ ഒരു വെൽത്ത് ആ ഫാമിലി പരമ്പരയിൽ മൊത്തം എന്ത് ചെയ്യാൻ പറ്റും? കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും, അല്ലേ? ഇൻഹെറിറ്റൻസ്. ഇത് മനസ്സിലായോ? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഇക്വാളിറ്റി സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇൻഹെറിറ്റൻസ് അല്ലേ? അല്ലേ? നിങ്ങൾ ശരിക്കും ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഈ ഇൻഹെറിറ്റൻസ് ആണ് നമ്മളുടെ സമൂഹത്തിൽ ഇൻഇക്വാളിറ്റി ഇങ്ങനെ. ഇപ്പൊ മുകേഷ് അംബാനിക്ക് ധീരുഭായ് അംബാനിന്റെ സ്വത്ത് കിട്ടിയില്ല എന്ന് വിചാരിക്കുക, അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? പുള്ളി തന്നെ ഫ്രം സ്ക്രാച്ച് ഇതൊക്കെ ബിൽഡ് ചെയ്യണം, അല്ലേ? അപ്പൊ ഒരുപാട് ടൈം എടുക്കൂലേ? പുള്ളി ഒന്ന് ബിൽഡ് ചെയ്ത് വന്ന് അത്യാവശ്യം ഒന്ന് എസ്റ്റാബ്ലിഷ് ആകുമ്പോൾ പുള്ളി തട്ടിപ്പോകുന്നു. എന്നാൽ അടുത്ത ജനറേഷന് കൈമാറുന്നുണ്ടോ? ഇല്ലാന്ന് വിചാരിക്കാം. അപ്പൊ എല്ലാവരും ലെവൽ പ്ലേയിങ് ഫീൽഡിലായിരിക്കില്ലേ? ഉട്ടോപ്യൻ ഐഡിയ ആണ്, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ പറയാണ്, കാരണം അങ്ങനെ വ്യൂ പോയിന്റ്സ് ഉള്ള ആൾക്കാരുണ്ട്. ദാറ്റ് ഈ സമൂഹത്തിൽ ഇക്വാളിറ്റി കൊണ്ടുവരണമെങ്കിൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന സംഭവം നിർത്തലാക്കണം. ഈ പൈസ ഉള്ള ആൾക്കാരുടെ സ്വത്ത് മൊത്തം ആര് കണ്ടുകെട്ടണം? ഗവൺമെന്റ്, സ്റ്റേറ്റ് കണ്ടുകെട്ടുക. സ്റ്റേറ്റ് എന്നിട്ട് ഈക്വലി എല്ലാവർക്കും ഉള്ള ഡെവലപ്മെന്റിന് വേണ്ടി അത് സ്പെൻഡ് ചെയ്യുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഇൻഇക്വാളിറ്റി എന്ത് ചെയ്യാൻ പറ്റും? കുറക്കാൻ പറ്റും. അപ്പോഴാണ് നമ്മൾ ഇപ്പം പറയുന്ന മെറിറ്റ് ബേസ്ഡ് സിസ്റ്റം ശരിക്കും മെറിറ്റ് ബേസ്ഡ് ആവുള്ളൂ. ഇപ്പൊ ശരിക്കും മെറിറ്റ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് പോലും തെറ്റാണ്. ബിക്കോസ് മെറിറ്റ് ഇസ് ഓൾസോ നോട്ട് ബേസ്ഡ് ഓൺ ഇക്വാളിറ്റി, ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഇൻഇക്വാളിറ്റി. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, സിവിൽ സർവീസ് പഠിക്കാൻ ആഗ്രഹമുള്ള കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവാം. എല്ലാവർക്കും കോച്ചിങ് അഫോർഡബിൾ ആണെന്നുണ്ടോ?
അങ്ങനെ കോച്ചിങ് എടുക്കാൻ പറ്റാതെ, ഇത് പഠിക്കാൻ പറ്റാതെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ? അപ്പൊ നമ്മൾ പറയും അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നും കുറെ ആൾക്കാർ പാസ്സാവുന്നില്ലേ എന്ന് നമ്മൾ പറയും. പക്ഷെ ഈ കുറെ ആൾക്കാരെന്നുള്ളത് നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കുന്നതാണ്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സർവൈവർഷിപ്പ് ബയാസ് എന്ന് പറയും. അതായത് ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് ഒരാൾ സർവൈവ് ചെയ്ത് നമ്മൾ പറയും അതാണ് നോം, അങ്ങനെയും സർവൈവ് ചെയ്യാം. പക്ഷെ അത് ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ഉള്ള ആളിന് ഒരാളായിരിക്കും, ഇല്ലേ? അത് എക്സെപ്ഷൻ ആണ്, അത് ജനറൽ നോം അല്ല. ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു ബേസിസിലാണ് നമ്മളുടെ എംഗൽസ് ഫാമിലിനെ കുറിച്ച് പറയുന്നതും മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവില് ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ പറയുന്നതും. ക്ലിയർ ആണോ? അപ്പൊ കഥ ഇത്രയേ ഉള്ളൂ. സ്റ്റാർട്ട് വിത്ത് പ്രിമിറ്റീവ് കമ്മ്യൂണിസം, ദർ ഇസ് നോ പ്രൈവറ്റ് പ്രോപ്പർട്ടി. അങ്ങനെ വരുമ്പം അവിടെ എന്താണ്? ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് നോൺ എക്സിസ്റ്റന്റ്. അവിടെ ഉള്ളത് എന്താണ്? സെക്ഷൽ പ്രൊമിസ്ക്യൂറ്റി ആണ്. നൗ ഇങ്ങനെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പം ഈ കഥയൊന്നും എഴുതരുത് കേട്ടോ. പിടിച്ച് മറ്റേ മാന്യം കൊണ്ട് വീട്ടിൽ പോയാൽ അവിടെയൊക്കെ താമസിക്കുക, അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഞാനൊരു ആൻസർ റൈറ്റിംഗ് പേർപ്പസിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഇങ്ങനെ കുറെ കഥ പറയുമെങ്കിലും ഇത് നിങ്ങൾ എഴുതുമ്പോൾ, കാരണം ഞാൻ കണ്ടിട്ടുണ്ട് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി ചോദിച്ചപ്പോൾ ഈ കഥ എഴുതി വെക്കുന്നത്. കാരണം ഇത് കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ. അപ്പൊ മാനിനെ പിടിക്കുന്നു, വീട്ടിൽ കൊണ്ടുപോകുന്നു, കറി വെക്കുന്നു, അവര് നൈറ്റ് ചില്ല് ചെയ്യുന്നു, പിറ്റേ ദിവസം പോകുന്നു. It's not needed. Okay, the only thing that you need is you have to mention about primitive communism and how there was no private property or concept of private property. As a result, they say that family as an institution was non-existent in such societies. But later on, എന്ത് സംഭവിച്ചു? With advancement in the technology എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ ടെക്നോളജി കാണണ്ട, ടൂൾസിലുള്ള അഡ്വാൻസ്മെന്റ്സും കാരണം we started settling down. Then we started doing agriculture. ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് അഗ്രികൾച്ചറിൽ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. സർപ്ലസ് പ്രൊഡക്ഷൻ വന്നു. ആ സർപ്ലസ് പ്രൊഡക്ഷൻ വന്നപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ള കോൺസെപ്റ്റ് വന്നു, അല്ലെ? അണ്ടിൽ ദെൻ ഹൗസ് ഹോൾഡ് ആൻഡ് ദ എക്സ്റ്റേണൽ ആക്ടിവിറ്റീസ് ബോത്ത് ഹാഡ് സെയിം വാല്യൂ. അതുകൊണ്ട് തന്നെ മെന്നിനും വിമനും സെയിം വാല്യൂ ആയിരുന്നു സൊസൈറ്റിയിൽ ഉണ്ടായത്. പക്ഷേ പ്രൈവറ്റ് പ്രോപ്പർട്ടി വന്നപ്പം ഈ ഇക്വേഷൻ മൊത്തത്തിൽ മാറി. ഈ എക്സ്റ്റേണൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്ന മെയിലിന് സ്വാഭാവികമായിട്ടും എന്ത് കൂടി? സൊസൈറ്റിയിൽ വില കൂടില്ലേ? കാരണം അതുവരെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ല. വൺസ് പ്രൈവറ്റ് പ്രോപ്പർട്ടി വരുമ്പം ആർക്കാണ് വില? ആരാണോ പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നത് അവർക്ക് വില വന്നു. ആസ് വിമൻ വാസ് സെന്റേർഡ് അറൌണ്ട് ഹൗസ് ഹോൾഡ് ഡൂയിങ് ദാറ്റ് അവരുടെ ബയോളജിക്കൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് മീറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നിന്നതുകൊണ്ട് തന്നെ വിമൻ വർ നോട്ട് ഇൻവോൾവ് ഇൻ ജനറേറ്റിംഗ് ദ സർപ്ലസ്. ദേ വർ നോട്ട് ഇൻവോൾവ് ഇൻ ഓണിങ് ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി. അതുകൊണ്ട് സമൂഹത്തിൽ വിമന്റെ വില താഴെ പോവുകയും മെയിലിന്റെ വില കൂടുകയും ചെയ്തു. അതുകൊണ്ടാണ് എംഗൽസ് പറയുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ള കോൺസെപ്റ്റ് ഈ ലോകത്ത് വന്നതാണ് വിമൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദി. അതുകൊണ്ടാണ് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് പറയുന്നത് എന്താണെന്നറിയോ? ജെൻഡർ ഇക്വാളിറ്റി ഈ സമൂഹത്തിൽ മൊത്തത്തിൽ വരണമെങ്കിൽ ഈ സമൂഹത്തിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി നമ്മൾ ഇല്ലാതാക്കണം. ഓക്കെ, ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി നമ്മൾ ഈ സൊസൈറ്റിയിൽ നിന്ന് ഇല്ലാതാക്കണമെങ്കിൽ എന്ത് വേണം? അതിനാണ് മാർക്സ് പറയുന്നത് എല്ലാവരും വാളെടുക്കണം എന്നാണ്. പ്രൊലറ്റേറിയറ്റ് റെവല്യൂഷൻ. അങ്ങോട്ടേക്ക് നമുക്ക് വരാം. ഇപ്പൊ തൽക്കാലം ഫാമിലി മനസ്സിലായോ? ഇപ്പൊ പ്രൈവറ്റ് പ്രോപ്പർട്ടി വരുന്നു, മെന്നിന്റെയും ഫീമെയിലിന്റെയും ഡിഫറൻസ് വരുന്നു. അറ്റ് ദ സെയിം ടൈം വി ഓൾസോ കെയിം ടു നോ അബൌട്ട് ദ റോൾ ഓഫ്, ഇത് എഴുതണമെന്ന് നിർബന്ധമില്ല, റോൾ ഓഫ് മെയിൽ ഇൻ റിപ്രൊഡക്ഷൻ. ഓർ യു ക്യാൻ സ്ട്രേറ്റ് അവേ റൈറ്റ് പ്രൈവറ്റ് പ്രോപ്പർട്ടി വന്നപ്പം മെയിലിന് ഒരു ആഗ്രഹം വന്നു, അവരുടെ പ്രോപ്പർട്ടി അവരുടെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ചിൽഡ്രന് പോണം, അല്ലെ? അങ്ങനെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ചിൽഡ്രൻ ആണെന്ന് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ സെക്ഷൽ പ്രൊമിസ്ക്യൂറ്റി പറ്റില്ല. ആസ് എ റിസൾട്ട് മോണോഗാമസ് മാരേജസ് ഓർ മോണോഗാമസ് ഫാമിലീസ് എന്ത് ചെയ്തു? നമ്മളുടെ സൊസൈറ്റിയിൽ വന്നു. ഓക്കെ, thereby they can ensure that their assets or their wealth can be transferred to the next generation, thereby maintaining the inequality in society. അതല്ലേ നമ്മുടെ ഉദ്ദേശം. നമ്മളുടെ ജനറേഷൻ നമ്മളുടെ പോലെ അല്ലെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യണം? ജീവിക്കണം. അപ്പൊ ഇങ്ങനെയല്ലേ ശരിക്കും ക്ലാസ് പൊസിഷൻ നമ്മൾ സമൂഹത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇതുകൊണ്ടല്ലേ നമ്മൾ എപ്പോഴും പറയുന്നത് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ റിച്ച് ആയിക്കൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ബിക്കോസ് അവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലെവൽ ഓഫ് വെൽത്ത് എന്നാണ്. അതിന്റെ മുകളിൽ അവർ ബിൽഡ് ചെയ്യുമ്പം ഫാസ്റ്റർ ആയിട്ട് ഇത് എന്ത് ചെയ്യും? ബിൽഡ് ആവും. എന്നാൽ പാവപ്പെട്ട ആൾക്കാർ എപ്പോഴും പാവപ്പെട്ട ആൾക്കാരായി നിൽക്കുന്നു. ബിക്കോസ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് തീരെ റിസോഴ്സസ് ഇല്ലാത്തൊരവസ്ഥയിൽ നിന്നാണ്. അവിടുന്ന് കരകയറി വരാന്ന് പറയുന്നത് എന്താണ്? ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു പരിധി വരെ നമ്മളുടെ ഈ സമൂഹത്തിലുള്ള ക്ലാസ് ബേസ്ഡ് വേരിയേഷൻസ് ഓർ സ്ട്രക്ചർ അത് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്?
ട്രാൻസ്ഫർ ഓഫ് വെൽത്ത് ഫ്രം വൺ ജനറേഷൻ ടു നെക്സ്റ്റ്. ക്ലിയർ? ഇതാണ് മാർക്സിസ്റ്റ് വ്യൂവിലെ ഒന്നാമത്തെ ഡയമെൻഷൻ. എല്ലാവർക്കും ക്ലിയർ ആണോ? രണ്ടാമത്തെ ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഫാമിലി ആക്ടിങ് ആസ് എ യൂണിറ്റ് ഓഫ് കൺസംഷൻ. ഓർക്കുന്നുണ്ടോ? എനിക്ക് നമ്മൾ തൊട്ട് കഴിഞ്ഞ ക്ലാസ്സിലാണ് പറഞ്ഞത് ഫാമിലി എങ്ങനെയാണ് യൂണിറ്റ് ഓഫ് കൺസംഷൻ ആവുന്നത്. അതെ, രണ്ട് രീതിയിലാണ്. ഒന്ന്, ഫാമിലിയിൽ നിന്നാണ് എന്ത് ജനറേറ്റ് ആവുന്നത്? ഡിമാൻഡ് ജനറേറ്റ് ആവുന്നത്. അങ്ങനെ ഡിമാൻഡ് ജനറേറ്റ് ആവുന്നത് വഴി ക്യാപിറ്റലിസ്റ്റുകൾക്ക് എന്ത് കിട്ടുന്നു? ബിസിനസ് നടത്താൻ പറ്റുന്നു, അവർക്ക് കുറെ പ്രൊഡ്യൂസേഴ്സ് ചെയ്യാൻ പറ്റുന്നു. അതിന്റെ കൂടെ കോംബോ ഓഫർ ആയിട്ട് കിട്ടുന്നത് എന്താണ്? ഒബീഡിയന്റ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ്. എങ്ങനെയാണ് ആ ഒബീഡിയന്റ് വർക്ക് ഫോഴ്സിന് കിട്ടുന്നത്? ബിക്കോസ് ഇതേപോലുള്ള കൺസംഷന് വേണ്ടി അവരെന്ത് ചെയ്യേണ്ടി വരും? പൈസ ചെലവാക്കണം, സംടൈംസ് അവർ ലോണൊക്കെ എടുക്കും. ഇങ്ങനെയൊക്കെ ഉള്ള വരുമ്പോൾ അവർക്ക് കുറെ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി വരും. ഈ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി നിറവേറ്റണമെങ്കിൽ അവർക്ക് പ്രോപ്പർ ജോബ് ആവശ്യമാണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ആ ജോബ് നിലനിർത്താൻ അവരെന്ത് ചെയ്യും? ശ്രമിക്കും. ക്ലിയർ അല്ലേ? ഐഡിയ മനസ്സിലായോ? അപ്പം ഈ ഒരു ബേസിസിൽ നമ്മൾ കാണുമ്പം യൂണിറ്റ് ഓഫ് കൺസംഷൻ, ഒബീഡിയന്റ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ഒരു പോയിന്റ് ആയിട്ട് പറയാം. ആൻഡ് സെക്കൻഡ് ഇസ് ടു ട്രാൻസ്ഫർ പ്രോപ്പർട്ടി. ഇനി മൂന്നാമത്തെ കാര്യം, ടു ട്രാൻസ്ഫർ ദ ഐഡിയോളജി ഓഫ് ക്യാപിറ്റലിസ്റ്റ്. എങ്ങനെയാണ് ഐഡിയോളജി ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഫാമിലി ട്രാൻസ്ഫർ ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും? നമ്മൾ ഈ ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് ഡിവൈസ് എന്നൊക്കെ ഉള്ള ടേം നമ്മൾ പറയാറുണ്ടല്ലോ, അല്ലെ? എന്താണ് ഈ ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് ഡിവൈസ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ല? ഓക്കെ. അപ്പം നമുക്ക് ഐഡിയോളജിക്കൽ കണ്ടീഷനിങ്, ഈ രണ്ട് പോയിന്റ് മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. സോ ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് ഡിവൈസ്. സി, ബേസിക്കലി നമ്മളുടെ സമൂഹത്തിൽ നമ്മൾക്ക് വേറൊരാളെ ഫോഴ്സ് ഉപയോഗിച്ച് കുറെ കാലം കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഓക്കെ. പറ്റുമോന്ന് ചോദിച്ചാൽ പറ്റാം. പക്ഷെ അതിനെന്നാലും ഒരു എന്തുണ്ട്? ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ. ആ ലിമിറ്റിന്റെ അപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് അവർക്ക് ആ ഫോഴ്സിനെ ഓവർകം ചെയ്യാനുള്ള എബിലിറ്റി ദോസ് ഹു ആർ സഫറിങ് അവർക്ക് കിട്ടുന്നതാണ്. ശരിക്കും അങ്ങനെയാണ് നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടുവരുന്ന കാര്യം. ഒരുപാട് കാലം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ അവരുടെ സമ്മതത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഫോഴ്സ് ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എപ്പോ വേണമെങ്കിലും അവിടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. എപ്പോ വേണമെങ്കിലും അവർ റിവോൾട്ട് ചെയ്യാം. ഓക്കെ. അവരെ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂൾ ഉണ്ട് ദാറ്റ് ക്യാൻ ഹെൽപ്പ് us ടു കൺട്രോൾ മാസസ് വിത്തൗട്ട് യൂസിങ് ഫോഴ്സ്. അതാണ് ഐഡിയോളജി. ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് എന്താണ്? എ സെറ്റ് ഓഫ് ഐഡിയാസ് ദാറ്റ് വി ബിലീവ് ആസ് ട്രൂ. നമ്മൾ ബിലീവ് ചെയ്യാണ്, ശരിക്കുള്ളതെന്നല്ല. എ സെറ്റ് ഓഫ് ഐഡിയാസ് ദാറ്റ് വി ബിലീവ് ആസ് ട്രൂ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐഡിയോളജി. കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനം. ഇതൊരു ഐഡിയോളജി ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാലോ, അല്ലേ? ശരിയാണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് സയന്റിഫിക് ആയി പരിശോധിക്കുമ്പോൾ കേരളമാണ് ടോപ്പ്. പക്ഷേ കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനം. അതുകൊണ്ട് നമുക്ക് ഓവർ എൻകംപസിംഗ് ആയിട്ട് ഫുൾ ആയിട്ട് ഓവറോൾ പറയാൻ പറ്റുമോ? അങ്ങനെ ഇല്ല. കാരണം പല ഡിഫറെന്റ് ഡയമെൻഷൻസ് ഉണ്ട് നമ്മൾ ഇതൊക്കെ നോക്കണമെങ്കിൽ. ഇപ്പം കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ്, ഈ ലോകത്തെ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്ഥലം കേരളമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഐഡിയോളജിയാണ് ശരിക്കും, അല്ലേ? അത് തെറ്റായ കാര്യമൊന്നുമല്ല. നമുക്ക് ഒരു ഐഡിയോളജി ഉണ്ടാവും. എല്ലാവർക്കും പല രീതിയിലുള്ള ഐഡിയോളജി ഉണ്ടാവും. റിലീജിയൻ ഒരു ഐഡിയോളജി അല്ലേ? ദോസ് ആർ സെറ്റ് ഓഫ് ഐഡിയാസ് ദാറ്റ് വി ബിലീവ് ആസ് ട്രൂ. അതായത് ഓൾമൈറ്റി ഒരു ഗോഡ് ഉണ്ട്, ആ ഗോഡ് ഈ ലോകം മൊത്തം കൺട്രോൾ ചെയ്യുന്നുണ്ട്, അല്ലെ? അത് നമ്മൾ വിശ്വസിക്കുന്ന ഗോഡാണ് മെയിൻ ഗോഡ്, ബാക്കിയെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതേപോലെ ഈ ഗോഡിന് നിമിഷ നേരം കൊണ്ട് എല്ലാം മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്, അല്ലെ? ഇതൊരു ഐഡിയോളജിയാണ്. വി ബിലീവ് ഇറ്റ് ആസ് ട്രൂ. നമ്മൾ അതുകൊണ്ട് റിലീജിയനെ ഫോളോ ചെയ്യുന്നു. നമുക്ക് പറയാൻ പറ്റുമോ റിലീജിയൻ മൊത്തം മോശമാണെന്ന്?
ഇല്ല, റിലീജിയൻ മൊത്തം മോശം എന്ന് പറയുന്ന വ്യൂവിന്റെ അടുത്തും യാതൊരു രീതിയിലും യോജിക്കാൻ പറ്റില്ല. റിലീജിയൻ അത് വേണ്ടുന്നവർക്ക് അത് ഇമ്പോർട്ടന്റ് ആണ്, വേണ്ടാത്തവർക്ക് അത് വേണ്ട. ദാറ്റ്സ് ഇറ്റ്, അല്ലേ? അപ്പൊ ഈ ഒരു ആംഗിൾ നോക്കിയാൽ റിലീജിയൻ ഒരു ഐഡിയോളജിയാണ്. ഇനി പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ഇല്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെ, നമ്മൾ പറയില്ലേ നമ്മളൊരു ഇടത് അനുഭാവിയാണ്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ലെഫ്റ്റിലാണ് നമ്മളുടെ ഒരു ചായ്വ് എന്നൊക്കെ പറയുമ്പോൾ അതും ഐഡിയോളജി അല്ലേ? റൈറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള ഐഡിയോളജിക്കുള്ള ഒരു ഗുണം എന്താണ്? ആരും നമ്മുടെ അടുത്ത് ഫോഴ്സ്ഫുള്ളി ഒന്നും പറയാതെ തന്നെ നമ്മൾ ആ ഐഡിയോളജിക്ക് വേണ്ടി കൊടി പിടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും തല്ലാനും ചാവാനും ഒക്കെ എന്തായിരിക്കും? റെഡി ആയിരിക്കും, അല്ലേ? അപ്പം ഈ ഐഡിയോളജി അല്ലേ ശരിക്കും വളരെ പ്രധാനമായിട്ടുള്ള ഒരു സാധനം. ഈ ഐഡിയോളജി വെച്ചിട്ടാണ് നമ്മളെ ശരിക്കും പൊളിറ്റിക്കൽ ഗ്രൂപ്പിംഗ്സ് പോലും കൺട്രോൾ ചെയ്യുന്നത്. ഈ ഐഡിയോളജി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി പല ഡിഫറെന്റ് ടൂൾസ് ഉപയോഗിക്കുമെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളാണ് മീഡിയ. ഓക്കെ, സോഷ്യൽ മീഡിയ ഓർ മീഡിയ ആസ് സച്ച് നമ്മളുടെ അഭിപ്രായങ്ങളെ ഭീകരമായി ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ഒരു സംഭവമാണെന്ത്? ഐഡിയോളജി. ഓക്കെ, ഇപ്പം നമ്മൾ ന്യൂസിൽ കുറെ കാര്യങ്ങൾ കേൾക്കുന്നു, നമ്മൾ അതൊക്കെ വിശ്വസിക്കുന്നു, അല്ലേ? പക്ഷെ അതാണ് യഥാർത്ഥ സത്യം എന്ന് ഉണ്ടാവണം നിർബന്ധമില്ല. ചിലപ്പം വേറെന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ ഈ ന്യൂസിലും അത് വളരെയധികം ആധികാരികമായി നമ്മളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് വഴിയും നമ്മൾ അത് സത്യമാണെന്ന് എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു, അത് ബിലീവ് ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മൾ ഒപ്പീനിയനേറ്റഡ് ആവുന്നു. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ 2 ദിവസം മുമ്പ് അഹമ്മദാബാദ് ക്രാഷുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഇത് വരുന്നു, പെട്ടെന്ന് ന്യൂസ് ഇതൊക്കെ പറയാൻ തുടങ്ങി. ഇറ്റ് വാസ് എ സൂയിസൈഡ് കൈൻഡ് ഓഫ് സ്റ്റഫ്. അവര് മറ്റേ സ്വിച്ച് വലിച്ച് താഴ്ത്തിയൊക്കെ ഇടണം, അല്ലാതെ അത് പോവില്ല. വി നെവർ നോ. ഞാൻ പറയുന്നത് കോൺസ്പിറസി തിയറി ഉണ്ടാക്കാൻ ശ്രമിക്കുകയല്ല, പക്ഷെ അത് തന്നെയാണ് സത്യം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളത് വിശ്വസിച്ചു. ഇവൻ ഞാനാണെങ്കിലും അത് വിശ്വസിക്കുന്നു, അല്ലെ? അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നമ്മളുടെ തലയിൽ അങ്ങനെയുള്ള ഒരു പിക്ചറും റിയാലിറ്റിയും ക്രിയേറ്റ് ചെയ്യാണ്, അല്ലെ? ഇത് ചിലപ്പം ആരുടെയെങ്കിലും ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനാണെങ്കിലോ? വി നെവർ നോ. ബോയിങ്ങിന്റെ ആയിരിക്കാം ഓബ്വിയസ്ലി, അല്ലെ? പക്ഷെ വി നെവർ നോ. പക്ഷെ നമ്മളത് വിശ്വസിക്കുന്നു, റൈറ്റ്? ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പോസ്റ്റ് ട്രൂത്ത് സൊസൈറ്റി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ പോസ്റ്റ് ട്രൂത്ത് സൊസൈറ്റി? പോസ്റ്റ് ട്രൂത്ത് ഇതൊക്കെ ഐഡിയോളജിയൊക്കെ ആയിട്ട് കുറച്ച് ബന്ധമുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് സത്യങ്ങളല്ല അറിയേണ്ടത്. നമുക്ക് അറിയേണ്ടത് എന്താണ്? നമ്മളുടെ ഇമോഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സാധനങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, സത്യത്തെക്കാളും കൂടുതൽ നമ്മൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മളുടെ ഇമോഷൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യം. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഭീകരമായ ഒരു ലെഫ്റ്റ് ഒരു സപ്പോർട്ടർ ആണെന്ന് വിചാരിക്കാം. പിണറായി വിജയനെ കുറിച്ച് കാര്യമായ എന്തെങ്കിലും റിപ്പോർട്ട് വന്നു, നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം വന്നു. ഒരു സെറ്റ് ഓഫ് ചാനൽസ് ആ നെഗറ്റീവ് കാര്യങ്ങളെ കുറെ ഇങ്ങനെ കൊട്ടിഘോഷിക്കുമ്പോൾ ഇപ്പുറത്ത് നമ്മളുടെ ദേശാഭിമാനി, കൈരളി, ഇങ്ങനെ നമ്മളെ കുറച്ച് ടീംസ് ഉണ്ട്, അല്ലെ? ഇവരെന്ത് ചെയ്യും? അതിനെ ന്യായീകരിക്കും. നമ്മളിതിൽ ആരെ വിശ്വസിക്കും? നിങ്ങൾ നല്ലൊരു ഇടത് അനുഭാവിയാണെങ്കിൽ മോസ്റ്റ് ലൈക്ലി നിങ്ങൾ ദേശാഭിമാനി പറയുന്നതും കൈരളി പറയുന്നതും അതേപോലെ ലെഫ്റ്റ് മീഡിയ ചാനൽസ് അവരുടെ വേരിയസ് ടൂൾസ് ഒക്കെ പറയുന്ന കാര്യങ്ങൾ എടുത്തിട്ട് പറയും ഇതൊക്കെ വെറുതെ ഉണ്ടാക്കുന്ന പുകിലാണ്, പുള്ളിക്ക് അതിനകത്ത് ഇൻവോൾവ്മെന്റ് ഇല്ല, അല്ലെങ്കിൽ പുള്ളി അങ്ങനെ ചെയ്തിട്ടില്ല, പുള്ളി ഇങ്ങനെ ചെയ്തിട്ടില്ല, റൈറ്റ്? ഇപ്പം തന്നെ നിങ്ങൾ ആലോചിക്കുക, നാഷണൽ ഹൈവേ മലപ്പുറത്ത് പൊളിഞ്ഞു വീണു, അല്ലെ? 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അതുവരെ നാഷണൽ ഹൈവേക്ക് ക്രെഡിറ്റ് കൊടുത്തുകൊണ്ടിരുന്നത് സംസ്ഥാന ഗവൺമെന്റിനാണ്. പെട്ടെന്ന് മാറി നാഷണൽ ഹൈവേന്റെ കുറ്റമായി. ഇതെങ്ങനെയാ സംസ്ഥാന ഗവൺമെന്റ് നാഷണൽ ഹൈവേ ആണ്, റൈറ്റ്? അത് പറയുന്നതിൽ കാര്യമുണ്ട്, ബിക്കോസ് ബിൽഡിങ്ങും അതിന്റെ സംഭവം എഞ്ചിനീയറിംഗ് ഒക്കെ ഇറ്റ് ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് NHAI. പക്ഷെ അതുവരെ അവർക്കൊന്നും യാതൊരു റോളില്ല എന്ന് പറയുന്നു, പെട്ടെന്ന് റോള് വരുന്നു. ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടും എനിക്ക് യാതൊരു ബന്ധമില്ല. ഞങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ മോഡിജിയുടെ ആളാണെന്ന് തോന്നും, ചിലപ്പോൾ പിണറായി വിജയന്റെ ആളാന്ന് തോന്നും, സതീഷ് ചേട്ടന്റെ ആൾക്കാരാന്ന് തോന്നും, ഒന്നും പ്രശ്നമില്ല. ഓക്കെ, സോ ഇവിടെയൊക്കെ നമ്മൾ എന്താണ് സംഭവം? നമുക്ക് സത്യമല്ല അറിയേണ്ടത്, നമ്മളെ ഇമോഷണലി സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്താണോ അത് അറിഞ്ഞാൽ മതി. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോസ്റ്റ് ട്രൂത്ത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഐഡിയോളജിക്കൽ സംഭവം. നമ്മളൊരു ഐഡിയോളജിയിൽ നമ്മൾ ഇൻഡോക്ട്രിനേറ്റഡ് ആയി കഴിഞ്ഞാൽ
നമ്മൾ ആ ഐഡിയോളജി സപ്പോർട്ട് ചെയ്യുകയും അത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതലൊന്നും ചിന്തിക്കാതെ നമ്മൾ അതങ്ങ് വിഴുങ്ങാനും തുടങ്ങും. ഓക്കെ, ഇതുകൊണ്ടാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് വൺസ് ദേ ഗെറ്റ് ദ പവർ അവർ ആദ്യം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഐറ്റം ആണ് ടെക്സ്റ്റ് ബുക്ക് മാറ്റുക. ഓക്കെ, നമ്മൾ വിചാരിക്കും ഇവർ എന്തിനും ഈ ടെക്സ്റ്റ് ബുക്ക് മാറ്റി ആ പേര് മാറ്റി ഈ പേര് കേട്ട് ഇതിനെ കൊണ്ട് ഇപ്പൊ എന്താ ഗുണം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അതിനെ കൊണ്ട് വലിയ ഗുണങ്ങളുണ്ട്. ഈ കുട്ടികൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുമ്പം ദേ ആർ ഗെറ്റിംഗ് ഐഡിയോളജിക്കലി കണ്ടീഷൻഡ്. ഇത് ഇന്നത്തെ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും ഇതിന്റെ റിട്ടേൺ കിട്ടാൻ പോകുന്നത് ഇവര് നാളെ വോട്ടേഴ്സായി മാറുമ്പോഴാണ്. അത്രയും ലോങ് വിഷനിലാണ് അവരത് കാണുന്നത്. കാരണം ഇവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പെർട്ടിക്കുലർ ഐഡിയോളജീന്റെ അടുത്ത് ഒരു കൈൻഡ് ഓഫ് ഒരു ലീനിയൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ അവർ വളർന്നു വരുമ്പോൾ ആ ഐഡിയോളജി ആയിട്ട് കുറേയും കൂടി എന്തായിട്ട് നിൽക്കും, ചേർന്ന് നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. ക്ലിയർ ആണോ? നൗ ഇങ്ങനെയുള്ള ഒരുപാടധികം ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് ഡിവൈസസ് മാർക്സ് പറയുന്നു ക്യാപിറ്റലിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിലൊരു ഐഡിയോളജിക്കൽ കണ്ടീഷൻ ഡിവൈസ് ആണ് റിലീജിയൻ, വേറൊരു ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് ഡിവൈസ് ആണ് എഡ്യൂക്കേഷൻ, വേറൊരു ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് ഡിവൈസ് ആണ് നമ്മളുടെ ഫാമിലി. ഫാമിലി എങ്ങനെയാണ് ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് ഡിവൈസ് ആയി മാറുന്നത്? ചെറുപ്പം തൊട്ടിട്ട് നമ്മളെ ഫാമിലി ട്രെയിൻ ചെയ്തെടുക്കുന്ന എന്തിനാണ്? നന്നായി പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക, നല്ലൊരു ജോലി നേടുക, നല്ലതായിട്ട് ജോലി എടുക്കുക. ഈ നന്നായി ജോലി എടുക്കുക എന്ന് പറയുമ്പോൾ ആയിരിക്കാ ഗുണം? ക്യാപിറ്റലിസ്റ്റ് അല്ലേ? ഇപ്പൊ ചെറുപ്പത്തിലെ നമ്മളെ ട്രെയിനിങ്, നമ്മളൊരു 10 വയസ്സൊക്കെ ഉള്ളപ്പോഴേ പറയാം നീ ഏറ്റവും മികച്ച എംപ്ലോയി ആവണം. അപ്പൊ നമ്മളെ ഉള്ളിൽ ശരിയാ എംപ്ലോയി, നല്ല എംപ്ലോയി അല്ലെ? അല്ലാതെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ടോ നീ വലുതാകുമ്പം ബിസിനസ് തുടങ്ങുക, നീ എന്നിട്ട് എംപ്ലോയർ ആവുക? അതൊന്നും ഒരു രസത്തിന് ചിലപ്പോൾ ചില സിനിമ കണ്ടിട്ട് പേരൻസ് പറയായിരിക്കും. പക്ഷെ റിയാലിറ്റിയോട് അടുക്കുമ്പോൾ അവർ പറയും വേണ്ട, സ്റ്റെബിലിറ്റി, സേഫ്റ്റി അല്ലേ? അപ്പം ഈ ഒരു ബേസിസിൽ നമ്മൾ ചിന്തിക്കുമ്പം വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എന്താണ് ഫാമിലി പെർഫോംസ് ഐഡിയോളജിക്കൽ ഫങ്ഷൻസ് ഫോർ ക്യാപിറ്റലിസം ബൈ പ്രൊവൈഡിങ് ഒബീഡിയന്റ് വർക്ക് ഫോഴ്സ്. ഈ ഒബീഡിയന്റ് വർക്ക് ഫോഴ്സ് കൺസ്യൂമറിസത്തിലൂടെ അല്ല, മറിച്ച് ത്രൂ ഐഡിയോളജിക്കൽ കണ്ടീഷനിങ്. നമ്മളെ വീട്ടിൽ നിന്ന് ശരിക്കും ചെറുപ്പം തൊട്ടിട്ട് പഠിപ്പിക്കുന്ന എന്തിനാണ്? അതോറിറ്റീനെ ആക്സെപ്റ്റ് ചെയ്യാനാണ് അല്ലേ? ഒബീഡിയൻസ് അല്ലേ വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്നത്? നമ്മുടെ ആരെന്തെങ്കിലും വീട്ടിൽ നിന്ന് ക്വസ്റ്റ്യനിങ് പഠിപ്പിക്കുന്നുണ്ടോ? ഇപ്പം പേരൻസ് ഒക്കെ മാറി തുടങ്ങി. പക്ഷെ പണ്ട് കാലത്ത് നമ്മളെ പേരൻസിന് ഉത്തരം പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ, അല്ലെങ്കിൽ ടീച്ചർമാരായിക്കോട്ടെ, പക്ഷെ പേരൻസിന്റെ കേസ് എടുക്കാം, എന്താ നമ്മുടെ അടുത്ത് പറയാ? ചെറിയ വായിൽ വലിയ വർത്താനൊന്നും വേണ്ട, മിണ്ടാണ്ടിരിക്കുക എന്ന് പറയും അല്ലെ? നമ്മളെ പേരൻസ് നിർബന്ധിച്ച് അവരെ അനുസരിക്കാൻ പഠിപ്പിക്കുകയാണ്. ഈ അനുസരണ ഓർ ഒബീഡിയൻസ് എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിലെ നമ്മളുടെ സ്വഭാവത്തിന്റെയും നമ്മളുടെ ഒരു ഔട്ട്ലുക്കിന്റെയും ഭാഗമായി കഴിഞ്ഞാൽ നാളെ നമ്മൾ പുറത്ത് സമൂഹത്തിൽ ഇറങ്ങുമ്പോഴും പവർ ഉള്ളവരെ ബഹുമാനിക്കാനും ഒബീഡിയന്റായി നിൽക്കാനും നമ്മൾ എന്ത് ചെയ്യാണ്? ശീലിക്കുകയാണ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് പകരം ഡോമിനൻസിനെ ആക്സെപ്റ്റ് ചെയ്യാനും ഒബീഡിയന്റായി നിലനിൽക്കാനും നമ്മളെ വീടുകളിൽ നിന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സബ്മിഷൻ ടു അതോറിറ്റി, ഒബീഡിയൻസ്, ഇത് ലേറ്റർ സ്റ്റേജസിൽ ക്യാപിറ്റലിസ്റ്റുകൾക്ക് ആവശ്യമല്ലേ? അവര് നമ്മളെ ഡോമിനേറ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റലിസ്റ്റുകൾ നമ്മൾ ഒരുപാടധികം പല രീതിയിലും ഡോമിനേറ്റ് ചെയ്യുകയും സപ്രസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പം അതിനെ അക്സെപ്റ്റ് ചെയ്യാനും അവിടെ ഒരു ഒബീഡിയന്റ് ഒരാളായി നിൽക്കാനും നമ്മളെ ഫാമിലി ചെറുപ്പം തൊട്ടിട്ട് ട്രെയിനിങ് തരുന്നു. ഇങ്ങനെ പല രീതിയിൽ ഫാമിലി ഈസ് എ ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് ഡിവൈസ്. ക്ലിയർ? അപ്പൊ 3 ബേസിസിലാണ് പറയുന്നത്. ഫസ്റ്റ് കൺസ്യൂമറിസം ആൻഡ് യൂണിറ്റ് ഓഫ് കൺസംഷനും ഒബീഡിയന്റ് വർക്ക് ഫോഴ്സ് റിലേറ്റഡ് ടു ദാറ്റ്. ദെൻ ട്രാൻസ്ഫർ ഓഫ് വെൽത്ത് ഫ്രം വൺ ജനറേഷൻ ടു അനദർ ജനറേഷൻ സോ ദാറ്റ് ഈ ഒരു ഇൻഇക്വാളിറ്റി ഇൻ ദ സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. തേർഡ് വൺ, ഫാമിലി എന്താണ്? ആക്ട് ആസ് ആൻ ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് ഡിവൈസ് ഫോർ ദ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം. എങ്ങനെയാണ് ഐഡിയോളജിക്കൽ കണ്ടീഷൻ ഡിവൈസ്? ഒബീഡിയൻസ് അല്ലെ, സബ്മിഷൻ ടു അതോറിറ്റി, ഒബീഡിയന്റ് വർക്ക് ഫോഴ്സ്, ഇങ്ങനെയുള്ള പല രീതിയിൽ ഫാമിലി നമ്മളെ ഐഡിയോളജിക്കലി കണ്ടീഷൻ ചെയ്യുന്നു. ഇത് 3നെയും കൊണ്ടുള്ള ഗുണം ക്യാപിറ്റലിസത്തിനാണെന്നാണ് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് പറയുന്നത്. ക്ലിയർ? ഓക്കെ ആണോ? അപ്പൊ അത്യാവശ്യം നിങ്ങൾക്ക് മൊത്തത്തിൽ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മാർക്സിന്റെ ഒരു ഓവറോൾ ഐഡിയ എന്താണെന്ന് വിചാരിക്കുന്നു.
ആൻഡ് ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ആണ്. നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യമാണ് ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് ഡിവൈസും. അതുകൊണ്ടാണ് അതിനെ പ്രോപ്പർലി സമയമെടുത്ത് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആയിരിക്കലും? ഉണ്ടോ? ഓക്കെ, എന്തായാലും ഇന്ന് നമുക്ക് ആൻസർ ഒന്നും എഴുതാനില്ല. കാരണം മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവും ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവും പഠിച്ചതിന് ശേഷം നമുക്ക് അടുത്തതായിട്ടൊരു ആൻസർ എഴുതാം. സോ ഫോർ ടൈം ബീങ് ഞങ്ങൾക്ക് ആൻസർ ഇല്ല. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇന്നും കൂടി ഡെമോ ക്ലാസ് ഉണ്ടായിരുന്നത്. ഡെമോ ക്ലാസ് കഴിഞ്ഞു. ഇനി ഫ്രൈഡേ ആണ് നമ്മളുടെ ഒഫീഷ്യലായിട്ട് ബാച്ച് സ്റ്റാർട്ട് ആവുന്നത്. തിങ് ഈസ് ഫ്രൈഡേയും ഈ ഫ്രൈഡേയും നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് 6:30 to 8 ആയിരിക്കും. ആഫ്റ്റർ ദാറ്റ് ക്ലാസ്സസ് 6:30 to 8:30 ആവും. ഓക്കെ, സെറ്റാണല്ലോ എല്ലാവർക്കും? അപ്പം എന്നാൽ കാണാം. താങ്ക് യു സോ മച്ച്. നീ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മൾ വീക്കിലി 5 days ആണ് ക്ലാസ്സസ് ഉണ്ടാവുക. പക്ഷെ തുടക്കത്തിലുള്ള ഇനീഷ്യൽ 2-3 weeks നിങ്ങൾക്ക് 5 days ഉണ്ടാവില്ല. നമ്മൾ സ്ലോ ആയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഒരു 3-4 days ആയിരിക്കും ഉണ്ടാവുള്ളൂ, 4 days മാക്സ്. പക്ഷെ ആഫ്റ്റർ ഒരു 2 to 3 weeks അല്ല. ഇതിപ്പം ജൂലൈ തീരുന്നതോടുകൂടി അത് കഴിയും. ഓഗസ്റ്റ് തൊട്ടിട്ട് നിങ്ങൾക്ക് 2 hours ആവും, 5 days a week ആവും. ഓക്കെ, ക്ലിയർ? സെറ്റാണല്ലോ? എന്നാ ശരി, താങ്ക് യു, ബൈ. ഫ്രൈഡേ വരെ ഇല്ല, ഇനി 3-4 days ഓഫാണ്. 3 days ഫ്രൈഡേ ആണ് ഇനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇനി ഈ പോർഷൻസ് തന്നെ കണ്ടിന്യൂ ചെയ്യില്ല കേട്ടോ. ഇതിന്റെ ബാക്കിയാണ് ഇനി എടുക്കാൻ പോകുന്നത്. ഡെമോന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും നമ്മളുടെ ക്ലാസ്സസ്. ഓക്കെ, അപ്പൊ താങ്ക് യു, ബൈ.